1970 ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ലിബറേഷൻ ഡേ എന്നുള്ള പേരില് പ്രൈഡ് എന്നുള്ള കാര്യം വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതിന്റെ പേര് പ്രൈഡ് എന്നല്ലായിരുന്നു, ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞിട്ടായിരുന്നു മുമ്പോട്ട് വന്നിരുന്നത്. അപ്പൊ ആ ജനകീയ മുന്നേറ്റത്തിന് 1-ാം വാർഷികം ജൂൺ 28-ന് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഒത്തുചേർന്നിട്ട് ലിബറേഷൻ ഡേയുടെ മാർച്ച് സംഘടിപ്പിച്ചു. അപ്പം ബേസിക്കലി പ്രൈഡിന്റെ അമ്മ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പറയുന്ന ബ്രെൻഡ ഹൊവാർഡ് എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഓർഗനൈസിങ് ചെയ്തിട്ടുള്ള ഒരാൾ. അവരാണ് ഇതിന്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെ ആദ്യത്തെ പ്രൈഡ് മാർച്ച് ആയിരുന്നു ഇത് എന്ന് പറയാം. പക്ഷെ അതേ സമയം തന്നെ ലോസ് ആഞ്ചലസിലെയും സാൻ ഫ്രാൻസിസ്കോയിലെയും പ്രവർത്തകരും സ്വന്തം നിലയിൽ മാർച്ചുകൾ നടത്തി. ഇതിന്റെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കയിലെ ക്രിസ്റ്റഫർ സ്ട്രീറ്റിലെ പ്രൈഡ് മാർച്ചിനെ കുറിച്ചാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അമേരിക്കയിലെ ചില സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് സാൻ ഫ്രാൻസിസ്കോ ആയിക്കോട്ടെ, ലോസ് ആഞ്ചലസ് ആയിക്കോട്ടെ, അവിടെയെല്ലാം പൊതുവായിട്ടുള്ള രീതിയിൽ ഈ കൗണ്ടി നിയമങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രൈഡ് മാർച്ച് ഒരു ബെഞ്ച് മാർക്ക് അല്ല. അതിനു മുമ്പും റവല്യൂഷൻ സംഭവിച്ചിട്ടുള്ള, അതിനു മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള നാടുകൾ ഉണ്ടെങ്കിലും ഇത്രയേറെ സെൻസിറ്റീവായിട്ട്, ഇത്രയേറെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുള്ളത് 1969 പ്രൈഡ് മാർച്ച് ആയതുകൊണ്ട്, സ്റ്റോൺ വോൾ റൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തെ, കാരണം അതൊരു ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. അതിന്റെ റെസിസ്റ്റൻസ് പോലീസുകാർക്കെതിരെയായിരുന്നു അമേരിക്ക. ഹോമോഫൈൽ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. അതുവരെ നമ്മളിപ്പം ഹോമോസെക്സ് എന്നൊക്കെ നമ്മളെ സാധാരണ വിളിക്കാറുണ്ട്, ബട്ട് ഹോമോഫൈൽ എന്നാണ് നമ്മളത് കൂടുതൽ യൂസ് ചെയ്യുന്നത്, പ്യുവർ മനുഷ്യർ. കാരണം സെക്സിനപ്പുറം ഹോമോഫൈൽ എന്ന് പറയുന്നത് സ്വവർഗത്തോടുള്ള ഒരു പ്രണയം, ഇഷ്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ദിസ് ഇസ് നോട്ട് എ മാറ്റർ ഓഫ് സെക്സ്, ഇറ്റ്സ് ദ മാറ്റർ ഓഫ് അഫെക്ഷൻ or passion, love towards someone. സോ നിങ്ങളൊരു ബയോളജിക്കൽ ടേംസിനകത്ത് ഒരു പ്യുവർ മനുഷ്യനെ പിടിച്ച് ഹോമോസെക്സ്, ഹെട്രോസെക്സ് എന്നുള്ളതിന് പകരം ഹോമോഫൈൽ, ഹെട്രോഫൈൽ എന്നുള്ള രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പം അങ്ങനെ ഹോമോഫൈൽ പ്രസ്ഥാനങ്ങൾ അമേരിക്കയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അവർ കുറച്ച് ടിക്കറ്റിംഗ് ഒക്കെ കുറച്ച് ശാന്തമായിട്ടുള്ള രീതിയിൽ നടത്തുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അതുപോലെ എല്ലാവരും ഈ മാർച്ച് ഭയങ്കര ലൗഡായിട്ട്, ഭയങ്കര വിസിബിൾ ആയിരുന്നു. ഈ 1970 നടന്നിട്ടുള്ള ക്യൂർ പ്രൈഡ്, നമ്മൾ ഈ പറയുന്ന പോലെ വർണ്ണക്കടലാസുകൾ വാരി ഇറങ്ങി, ഈ പറയുന്ന ഫ്ലാഗുകൾ കറക്കി, വളരെ ഡ്രസ് ഇട്ടിട്ട് ലുക്ക് അറ്റ് അസ്, വി ആർ ഹിയർ എന്ന് പറയുന്ന, വി ആർ ക്യൂർ, വി ആർ ഹിയർ എന്നുള്ള സ്ലോഗൻസ് ഒക്കെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു ലൗഡ് പ്രൈഡ് ആയിരുന്നു അത് ഒരു അംഗീകാരത്തിനുള്ള ഒരു കാഷ്വൽ അഭ്യർത്ഥനയല്ലായിരുന്നു. ദിസ് വാസ് ലിബറേഷൻ, ഗേ ലിബറേഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു. വിമോചനത്തിനായിട്ടുള്ള ഒരു സമര പ്രഖ്യാപനമായിരുന്നു ഓരോ പ്രൈഡും നടത്തുന്നത്. 1978 ആണ് ഈ റെയിൻബോ ഫ്ലാഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മള് ഇപ്പോഴത്തെ ക്യൂർ മനുഷ്യര് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവരെ അധിക്ഷേപിക്കാനായിട്ട് സാധാരണ ഇടുന്ന സാധനമാണ് മഴവിൽ ആകാശത്ത് മതി ഭൂമിയിൽ വേണ്ട എന്നുള്ള കുറെ കണ്ടന്റുകളൊക്കെ നമുക്ക് കാണാറുണ്ട്. ബട്ട് മഴവിൽ എന്ന് പറയുന്നത് ഇത്തരം ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനകത്തുനിന്ന് വന്നു കഴിഞ്ഞ സമയത്ത് 1978 പല ആൾക്കാരുടെയും കമ്മിങ് ഔട്ട് വളരെ നന്നായിട്ട് വന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ സൂപ്പർവൈസർ അദ്ദേഹം ഒരു ഗേ ആണെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഹാർവി മിൽക്ക് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു, കമൗട്ട് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിക്കായിട്ടുള്ള ഒരു പ്രതീകം, നല്ലൊരു പ്രതീകം സൃഷ്ടിക്കാനായിട്ട് കലാകാരനായിട്ടുള്ള ഗിൽബർട്ട് ബേക്കർ എന്ന് പറയുന്ന ആളോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് 1978 ജൂൺ 25-ന് സാൻ ഫ്രാൻസിസ്കോയിലെ ഗേ ഫ്രീഡം പരേഡില് ആദ്യമായിട്ട് ക്യൂർ പ്രൈഡിന്റെ പതാക, വിബ്ജിയോർ കളറുള്ള പതാക ഈ ആകാശത്ത് പാറൊക്കെ വെച്ചു. ഓരോ കളറിനും വ്യക്തമായിട്ടുള്ള അർത്ഥങ്ങളുള്ള, അതായത് ആദ്യത്തെ ഈ കടും പിങ്ക്, ഹോട്ട് പിങ്ക് സെക്സ്, പിന്നെ അതുപോലെ തന്നെ ചുവപ്പ് ലൈഫ്, ജീവൻ, ഓറഞ്ചിന് ഹീലിംഗ്, അതിജീവനത്തിന്റെ പ്രതീകമായിട്ട്, മഞ്ഞ സൂര്യപ്രകാശം, പിന്നെ പച്ച നേച്ചർ, പിന്നെ ടർക്കോയ്സ് എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അത് മാജിക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇൻഡിഗോയ്ക്ക് ഒരു സെറനിറ്റി, ശാന്തത, പിന്നെ വയലറ്റിനെ സ്പിരിച്വൽ ആയിട്ട്, ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പതാക അവർ കൊടുത്തു. പിന്നീട് ഈ നമ്മുടെ അറിയാമല്ലോ, ഈ കമ്മ്യൂണിറ്റി വളരെ അത്യാവശ്യം പൂർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരുന്നു ആ ടൈമിൽ. അപ്പം ഈ തുണിയുടെ
തുണികൾ കിട്ടാനുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ കുറെ തടസ്സങ്ങൾ കൊണ്ടുമൊക്കെ നമുക്ക് ഇപ്പോൾ ഉള്ള 6 വരകളുള്ള ഒരു പതിപ്പിലേക്ക് നമ്മുടെ പ്രൈഡ് ഫ്ലാഗ്, വലിയ പ്രൈഡ് ഫ്ലാഗ് ചുരുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. നമുക്ക് ആ സമയത്ത് ഈ ക്യൂർ എന്ന് പറഞ്ഞ സാധനം പെട്ടെന്നൊരു സാധനം കൊണ്ട് അങ്ങനെ വന്നു പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി എന്നുള്ളതല്ല. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ 1980-കളിലെ HIV പാൻഡമിക് മുമ്പോട്ട് വന്ന സമയത്തും ഈ നമുക്കൊരു സ്റ്റിഗ്മറ്റൈസേഷൻ വന്നു. അപ്പം ആ സമയത്ത് ക്യൂർ മനുഷ്യര്, ഗേ മനുഷ്യര്, ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാര്, അവരൊക്കെ സർക്കാരുകള് ശ്രദ്ധിക്കാതെ വന്ന സമയത്ത് പ്രൈഡ് മാർച്ചുകള് സർക്കാരിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഇറ്റ് വാസ് എ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഒരു ആക്ഷൻ അബൌട്ട് ദ വിസിബിലിറ്റി എന്നുള്ള കാര്യം. സെക്കൻഡ്, ക്യൂർ പ്രൈഡുകള് സർക്കാരിനെതിരെ ആയിട്ടുള്ള, സർക്കാർ അംഗീകരിക്കാത്ത ഒപ്രസ്ഡ് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താൻ തുടങ്ങി. ആക്ടപ്പ് പോലുള്ള സംഘടനകള് മെഡിക്കൽ ഗവേഷണം, ആരോഗ്യ സംരക്ഷണം എന്നുള്ള പേരിൽ സമരങ്ങൾ ചെയ്യാൻ തുടങ്ങി HIV പാൻഡമിക് വരുന്ന സമയത്ത്. ഇപ്പോ നമ്മൾ HIV പാൻഡമിക് നോക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് നോട്ട് അഫക്റ്റിംഗ് ഓൺലി ഹോമോസെക്ഷൽ പീപ്പിൾ, ഇറ്റ് ഈസ് ഓൾസോ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്കും അത് വരാറുണ്ട്. അപ്പം ആ ടൈമിലും ആ മരുന്നുകൾക്ക് വേണ്ടിയിട്ടും എല്ലാ മനുഷ്യർക്കും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഫൈറ്റുകളും സമരങ്ങളും ചെയ്തിട്ടുള്ളത് ഈ ക്യൂർ മനുഷ്യരായിരുന്നു പാൻഡമിക്കിന്റെ കാലത്ത്. പിന്നെ ഇതൊരു 90-കളായപ്പോഴത്തേക്കും ഗേ ലിബറേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഗേ ഫ്രീഡം എന്നതിന് പകരമായിട്ട് പ്രൈഡ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഈ ഗേ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗികത മാത്രമല്ല, സ്വർഗ ലൈംഗികതയ്ക്ക് പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്ന പേര് ഗേ എന്നുള്ളതാണ്. അപ്പം ലെസ്ബിയൻ ആണെങ്കിൽ ഗേ വുമൺ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ലെസ്ബിയൻ എന്നുള്ള വാക്ക് നിലവിലുണ്ടായിരുന്നു. ഇപ്പം ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഇതിനകത്ത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ഈ ഗേ ലിബറേഷൻ മൂവ്മെന്റിനെ കുറച്ചുകൂടെ വികസിപ്പിക്കുകയും ഇതൊരു വലിയൊരു ഉത്സവ സമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറുകയും ചെയ്തു. ക്യൂർ മനുഷ്യർ, ഗേ മനുഷ്യർ, ലെസ്ബിയൻ മനുഷ്യർ, പലതരത്തിലുള്ള ജെൻഡറുള്ള മനുഷ്യർ, ട്രാൻസ്ജെൻഡർ മനുഷ്യർ, ട്രാൻസ്മെൻ, ട്രാൻസ് വുമൻ, ട്രാക്സ്, ക്രോസ് ഡ്രസ്സേഴ്സ്, അങ്ങനെ ഒപ്രസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ ഐഡന്റിറ്റീസിലുള്ള ആളുകളുടെ ഒരു പ്രതിഷേധമായിട്ട് അത് മാറുകയുണ്ടായി. പ്രതിഷേധമായിട്ടും ആഘോഷമായിട്ടും മാറുകയുണ്ടായി. 2000-കളിലാണ് ഇതിന്റെ ഒരു ആഗോള ഒരു അംഗീകാരം വരുന്നത്. അതായത് ആ സമയത്താണ് 2000-ലും 99-ലുമായിട്ട് അന്നത്തെ US പ്രസിഡന്റ് ആയിട്ടുള്ള ബിൽ ക്ലിന്റന് ജൂൺ എന്നുള്ളത് ഒരു പ്രൈഡ് മാസമായിട്ട് പ്രഖ്യാപിച്ചു, അമേരിക്കൻ പ്രസിഡന്റ്. ദാറ്റ്സ് വൈ വി ആർ സെലിബ്രേറ്റിംഗ് പ്രൈഡ് ആസ് എ ജൂൺ ഒരു പ്രൈഡ് മന്ത് ആണ് നമ്മൾ പറയുന്നത്. 2009-ല് പ്രസിഡന്റ് ആയിട്ടുള്ള ബറാക് ഒബാമ ഇത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ പ്രൈഡ് മന്ത് എന്ന് വിപുലീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു ടൂറിസ്റ്റ് ആകർഷണമായിട്ടും അമേരിക്കയിൽ ഇത് ഫോം ചെയ്തു എന്നുള്ളതാണ്. ഇന്നത്തെ പ്രൈഡ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അതായത് നമ്മൾ വന്നിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ അജൻഡാസ് ഇതിൽ നിന്നും മാറിയിട്ട് കുറെ കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പുകളുടെയും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കുറെ പരിരക്ഷകളുടെയും പിൻബലത്തോടെ ആഘോഷിക്കുന്ന ഒരു കാര്യമായിട്ട് പ്രൈഡ് മാറിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ റെവല്യൂഷണറി, ഇറ്റ് ഈസ് സ്റ്റിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്പേസ് ആകുമ്പോഴും ആക്ച്വൽ പ്രൈഡ് വാസ് മച്ച് മോർ വാലിഡ് ദാൻ ദിസ് പ്രൈഡ്, ഒരു കെട്ടിപ്പൂട്ടപ്പെട്ട പ്രൈഡിനേക്കാളും. എങ്കിലും പ്രൈഡിന്റെ അടിത്തറ എന്നുള്ളത് ഒരു പ്രതിഷേധം തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ട്രാൻസ് അവകാശങ്ങൾക്കും നിയമപരമായിട്ടുള്ള സമത്വത്തിനും ആക്രമണങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ആഗോള പോരാട്ടമാണ്. അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു ഉച്ചത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ പ്രൈഡും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. ഈ സ്റ്റോൺ വാളിന് മുമ്പ് തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റോൺ വാൾ ഈസ് നോട്ട് എ ഫാസ്റ്റ് ലിബറേഷൻ മൂവ്മെന്റ് എന്ന് പറയാം. അത് ഞാൻ നേരത്തെ കുറെ ഒരു നിലക്ഷം പറഞ്ഞുകൊണ്ട് മനസ്സിലാകും, ഒരു അമേരിക്കൻ സുപ്രീമസി അവരെല്ലായിടത്തും കാണിക്കുന്നത് കൊണ്ട് ഈ സ്റ്റോൺ വാൾ സ്റ്റോൺ വാൾ ഓക്കെ ക്യൂറിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ബട്ട് അതിനു മുമ്പും ക്യൂർ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതൊരു റയൂട്ട് എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെ പൊരുതിയിട്ടുള്ള കുറെ മൂവ്മെന്റ്സ് ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ജർമ്മനിയില് സ്റ്റോൺ വാളിന് 72 വർഷങ്ങൾക്ക് മുമ്പേ ആദ്യത്തെ ഒരു ഔദ്യോഗിക ക്യൂർ സംഘടന ജർമ്മനിയിലാണ് ഉണ്ടായിട്ടുള്ളത്. 1897-ലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്.
അവിടുത്തെ പാരഗ്രാഫ് 175 എന്നുള്ള ജർമ്മൻ ശിക്ഷാ നിയമത്തിലെ രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ഇതിനെതിരെ ജനവികാരം ഉണർത്താൻ വേണ്ടിയിട്ട് മാഗ്നസ് ഹിർഷാഫെൽഡ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറും അദ്ദേഹത്തിന്റെ സയന്റിഫിക് ഹ്യൂമാനിറ്റേറിയൻ കമ്മിറ്റി എന്നുള്ള ഒരു സംഘടനയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവര് ഒപ്പുശേഖരണം നടത്തുകയും പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത് ഈ നിയമം റദ്ദാക്കാൻ പാർലമെന്റ് സമ്മർദ്ദം ചെലുത്തി. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ ഇതിൽ ഒപ്പുവെച്ചിരുന്നു, ഈ പ്രതിഷേധത്തെ പിന്തുണച്ചിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലോസ് ആഞ്ചലസിൽ കൂപ്പർ ഡോണറ്റ്സ് പ്രതിഷേധം, പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റോൺവാളിന് 10 വർഷം മുമ്പായിരുന്നു ലോസ് ആഞ്ചലസിൽ അത് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ട്രാൻസ് വുമൻ ആയിട്ടുള്ള ആൾക്കാരെയും ഡ്രാഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയും ഗേ ആയിട്ടുള്ള ആൾക്കാരെയും പോലീസ് നിരന്തരം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ക്രോസ് ഡ്രസ് ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും അത് കൂപ്പർ ഡൗൺനെറ്റ്സ് എന്ന് പറയുന്ന ഒരു കഫേയിലായിരുന്നു എപ്പോഴും ഈ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നത്. അന്നും ഈ പറയുന്നത് പോലെ പോലീസ് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്യൂർ ജനക്കൂട്ടം പെട്ടെന്ന് പ്രതികരിച്ചിട്ട് അവര് പോലീസുകാർക്ക് നേരെ അവരുടെ ഡോണറ്റുകളും കോഫി കപ്പുകളും പ്ലേറ്റുകളും ഒക്കെ എറിഞ്ഞ് അവരെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അതും ഒരു തരത്തില് ഈ അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ ഇനി മിണ്ടാതിരിക്കേണ്ട എന്നുള്ളൊരു പ്രഖ്യാപനമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കോമ്പൻസ് കഫറ്റീരിയ റയറ്റ് സാൻ ഫ്രാൻസിസ്കോയില് 1966 സ്റ്റോൺവാളിന് 3 വർഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ട്രാൻസ് ചെറുത്തുനിർത്തലുകളിൽ ഒന്നാണിത്. അവിടെയും ഇതുപോലെ തന്നെ പോലീസുകാര് ക്രൂരമായി ഉപദ്രവിക്കുകയും ബാറിൽ കയറ്റായിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വാനസ് 3 എന്ന് പറയുന്ന ഒരു ക്യൂർജന സംഘടനയും പിന്നെ തദ്ദേശീയരായിട്ടുള്ള അവിടുത്തെ ട്രാൻസ് വുമൻസ് കൂടി ചേർന്നിട്ടാണ് ഈ റയോട്ട് നടത്തിയിട്ടുള്ളത്. അവര് ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ട്രാൻസ് സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അയാളുടെ മുഖത്തേക്ക് അവർ കുടിച്ചുകൊണ്ട് ചൂട് കാപ്പി എടുത്തു കുടിച്ചു. അതോടെ ഭയങ്കര അടിയായി, പ്രശ്നമായി. അവിടുത്തെ ജനക്കൂട്ടം, അവിടുത്തെ ക്യൂറായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ജനലൊക്കെ തല്ലി തകർത്തു. പോലീസിന്റെ വണ്ടിക്ക് തീയിട്ടു. പല ദിവസവും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു വയലൻസ് അല്ലേ എന്ന്. ബട്ട് കാലങ്ങളായിട്ട് ഈ കമ്മ്യൂണിറ്റിയോട് ഇവിടുത്തെ സിസ്റ്റം ചെയ്യുന്ന വയലൻസിനേക്കാളും വലിയ വയലൻസ് അല്ലായിരുന്നു എന്നാണ് അത് പറയുമ്പോൾ ഒരു ക്യൂർ പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ആദ്യത്തെ പബ്ലിക് പിക്കറ്റിംഗ് നടന്നിട്ടുള്ളത് 1965 തൊട്ട് 69 വരെ ഫിലാഡൽഫിയയില് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഒരു സമാധാനപരമായിട്ടുള്ള പിക്കറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ആനുവൽ റിമൈൻഡർ ആയിട്ടുള്ള പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പിക്കറ്റ് കാർഡൊക്കെ ഇട്ടിട്ട് ക്യൂർ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അതിന്റെ എന്ന് പറയുമ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മനുഷ്യര് ഗേ ആയതുകൊണ്ട് ജോലി നിഷേധിക്കുന്നതിനും അല്ലെങ്കിൽ രണ്ടാകേണ്ട പൗരന്മാരായിട്ട് അവരെ കാണുന്നതും കൊണ്ടൊക്കെ ആയിരുന്നു അതിനെതിരെയുള്ള ഒരു സമരമായിട്ടുണ്ടായിരുന്നത്. ഫ്രാങ്ക് ഹെമനെ, ബാർബറ ഗിറ്റിങ്സ് എന്നൊക്കെയുള്ള ആൾക്കാരായിരുന്നു അതിന്റെ കൂടുതലായിട്ടുള്ള ആക്ടിവിസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ജൂലൈ 4 അമേരിക്കൻ ഫ്രീഡം ദിനത്തില് ഇവർ അവിടെ ഇൻഡിപെൻഡന്റ് ഹാളിന് മുന്നിൽ ഒത്തുകൂടിയിട്ട് ആണുങ്ങള് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ സ്യൂട്ടുകളും സ്ത്രീകൾ ഫോർമൽ ഡ്രസ്സും ഒക്കെ ധരിച്ച് വളരെ അച്ചടക്കത്തോടെ പ്ലക്കാർഡുകൾ പിടിച്ചിട്ട് വി നീഡ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ ടിക്കറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ അവര് ഇത് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ മാന്യന്മാരായിട്ടുള്ള പൗരന്മാരാണ്, ഞങ്ങൾക്ക് ആ റൈറ്റ് വേണമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവിടെ നടത്തിയത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് സ്റ്റോൺ വോളിൽ നടന്നിട്ടുള്ളത്. അവര് എന്താ ചെയ്തെന്ന് വെച്ചാൽ അവര് നിങ്ങൾ എന്ത് തേങ്ങ വിചാരിച്ചാലും കുഴപ്പമില്ല, വാട്ട് യു ആർ ഡൂയിങ് ടു അസ് ഈസ് ഹൈലി ഇൻസെൻസിബിൾ, ഞങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കണം എന്ന് തീരുമാനിച്ച് ഈ ക്യൂർ സമൂഹം മൊത്തത്തില് ഇളകിയ ഒരു ദിവസമായിരുന്നു സ്റ്റോൺ വോൾ നടന്നിട്ടുള്ള ഒരു സമയത്ത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോൺ വോൾ റൈറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് റയറ്റ്. there are much riots happened in അമേരിക്ക അല്ലെങ്കിൽ ജർമ്മനി. ഈ ഒരു ലീഗൽ സിസ്റ്റം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു ക്യൂർ മനുഷ്യരുടെ ഒരു മൊത്തത്തിലുള്ള യുണൈറ്റഡ്നെസ്സും 6 ദിവസം നീണ്ടു നിന്ന റയറ്റും ദൃശ്യത നിങ്ങൾ ഇനി എത്ര മറച്ചു പിടിച്ചാലും ഞങ്ങൾ കാണിക്കും എന്നുള്ള ഒരു തീരുമാനങ്ങളും എല്ലാം നടന്നിട്ടുള്ളത് ഈ സ്റ്റോൺ വോൾ ആയതുകൊണ്ടാണ്. വി ആർ സെലിബ്രേറ്റിംഗ് സ്റ്റോൺ വോൾ എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയില് ഈ 1969 നടന്നിട്ടുള്ള ഒരു ഐറണി ഉണ്ട്. UK 1970 സ്വകാര്യ നിയമവിധേയമാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് 21 വയസ്സിന് മുകളിലുള്ളവർക്ക് വളരെ മര്യാദക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ UK ഫ്രാൻസും ഒക്കെ ഭരിച്ചിട്ടുള്ള കോളനികളായിട്ടുള്ള ആഫ്രിക്ക, ഇന്ത്യ എന്നുള്ളിടത്ത് 377 അതുപോലെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ 377 മാറിയത് 2019 മീൻസ് ആ ഒരു ടൈമിലാണ് എടുത്തു കളഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഒരുപാട് സമയമെടുത്തു അവരുടെ തന്നെ പ്രൊഡക്റ്റിന്, ഈ 377 എന്നുള്ള പ്രൊഡക്റ്റിന് അവര് തന്നെ എടുത്തു കളഞ്ഞിട്ടും പിന്നെയും കുറെ വർഷം കൂടെ നമ്മളത് വെച്ചുകൊണ്ടിരുന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയില് ഈ വലിയ ജനക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ ഈ മഴവിൽ പതാകകളോ ഒക്കെ തെരുവിൽ നിറയുന്നതിന് മുമ്പ്, അതായത് 80കളിലും 90കളിലും നമ്മുടെ റെസിസ്റ്റൻസ് വാസ് ഡിഫറെന്റ്, വ്യത്യസ്തമായിരുന്നു. നമ്മൾ വളരെ ഒളിച്ചും പതുങ്ങിയും സുരക്ഷിതമായ ഇടങ്ങൾ കണ്ടെത്തുകയും കമ്മ്യൂണിറ്റി സാഹിത്യങ്ങൾ നിർമ്മിച്ചും ഭരണകൂടത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് രൂപീകരിക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. ഈ ട്രാൻസ്ജെൻഡർ ഹിജഡ കൾച്ചർ, അങ്ങനെയുള്ള ട്രാൻസ്വുമൻ കൾച്ചറിന്റെ കാര്യം മാറ്റി നിർത്തിയിട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള പൊളിറ്റിക്കൽ, ബട്ട് അത് കുറച്ചുകൂടെ കൾച്ചറൽ ആയിരുന്നു. ബട്ട് ഹിയർ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള മൂവ്മെന്റ്സ് സംഭവിച്ചു. ചരിത്രത്തിലെ ആദ്യത്തെ ഒരു പരസ്യ പ്രതിഷേധമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 1992 ഓഗസ്റ്റ് 11 ഡൽഹി പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നടന്നിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. കൊണാട്ട് പ്ലേസിലുള്ള സെൻട്രൽ പാർക്കിൽ ഈ പറയുന്ന ഗേ ആയിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു അതിക്രമം നടന്നു. പോലീസുകാരെ എപ്പോഴും വന്ന് ഇവരെ എന്താണ് ഓടാ ഓടാ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചു വിടുന്ന ഒരു കാര്യം എല്ലായിടത്തും നടക്കുന്നതാണ്, ഇവിടെയും നടക്കുന്നുണ്ട്, ഇസ്രയേലിൽ നടക്കുന്നുണ്ട്. ഒരു ഗേ ഗ്യാതറിങ്ങോ വല്ലതും കാണുവാണെങ്കിൽ, ഗേ ആണെന്ന് സംശയം തോന്നുവാണെങ്കിൽ തല്ലി ഓടിക്കുന്ന രീതിയിലൊക്കെ. അപ്പം അങ്ങനെ ഇവരുടെ ക്യൂർ മനുഷ്യരുടെ ഒരു ഗെറ്റ് ടുഗദർ സ്പേസിൽ ഇവരെ പോലീസ് അതിക്രമിക്കാൻ നിന്ന സമയത്ത് എയ്ഡ്സ് ഭേദഭാവ വിരോധി ആന്തോളൻ ABBA എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ത്യയില് എന്താണ് LGBTQ മനുഷ്യർക്കെതിരെയുള്ള പോലീസ് ക്രൂരതയ്ക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ കൂട്ടായിട്ടുള്ള ഒരു പരസ്യ പ്രതികരണം നടത്തുകയുണ്ടായി. ലെസ് ദാൻ ഗേ റിപ്പോർട്ട്. അതിനെ തുടർന്ന് 1991 അതിനു മുമ്പ് ABBA ഈ പരസ്യ റിപ്പോർട്ടായിട്ട് ലെസ് ദാൻ ഗേ എന്ന് പറയുന്ന ഒരു അക്കാഡമിക്കൽ വർക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. കൃത്യമായിട്ട് കമ്മ്യൂണിറ്റി നേരിടുന്ന വിവേചനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം, 377 റദ്ദാക്കാനുള്ള ആദ്യത്തെ ശ്രമങ്ങൾ, ഇതൊക്കെ ഈ ഒരു ലെസ് ദാൻ ഗേ റിപ്പോർട്ടിലുള്ളതാണ്. അപ്പം ആ ഒരു സമയത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഇന്റർനെറ്റ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ ഒരു സമയത്ത് 1998 ദീപ മേത്തയുടെ ഫയർ എന്ന് പറയുന്ന ഒരു സിനിമ, ഫയർ വാട്ടർ ഒക്കെ ഒരു സീരീസ് ഉണ്ട്. അപ്പം ദീപ മേത്തയുടെ ഫയർ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. രണ്ട് നാത്തൂന്മാര് തമ്മിലുള്ള, ഒരു വീട്ടിലുള്ള രണ്ട് ചേട്ടനും കല്യാണം കഴിച്ച രണ്ട് നാത്തൂന്മാര് തമ്മിലുള്ള ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഇതാണ്. നമ്മുടെ മലയാള സിനിമ കണ്ണകി എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയൊക്കെയാണ്. നല്ല സിനിമയാണ്. അപ്പം അതിനകത്ത് സീത ലക്ഷ്മി എന്നങ്ങാണ്ടായിരുന്നു അവരുടെ പേരെന്ന് തോന്നുന്നു. അത് ലക്ഷ്മി പാർവതിയോ എനിക്ക് ഓർക്കില്ല. അതിനെ തുടർന്നിട്ട് വലതുപക്ഷ ഗ്രൂപ്പുകളൊക്കെ തിയേറ്ററുകളൊക്കെ കത്തിക്കുകയും തിയേറ്റർ ആക്രമിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെസ്ബിയൻ ദൃശ്യത അങ്ങനെ ആ മൂവിയിലൂടെ ദീപ മേത്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയില് പ്രൈഡ് വാക്ക് എന്നല്ലായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1999 കൽക്കത്തയിൽ ആദ്യമായിട്ട് ഒരു പ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൈഡിന്റെ പേര് ദ ഫ്രണ്ട്ഷിപ്പ് വാക്ക് എന്നായിരുന്നു. എന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലീസുകാരുടെ എല്ലാം അത്യാവശ്യം സ്വഭാവം 1999 വളരെ ക്രൂരത നിറഞ്ഞിട്ടുള്ളതായിരുന്നു. കൽക്കത്ത പോലൊരു സ്ഥലത്ത് നമ്മളൊരു മാർച്ച് നടത്തുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമുണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ അറിയാവുന്നത് കൊണ്ട് ദേ മെയ്ഡ് ദ നെയിം ആസ് എ ഫ്രണ്ട്ഷിപ്പ് വാക്ക്. അതായത് നാട്ടുകാരുടെയും പോലീസിന്റെയും എല്ലാം സഹായത്തോടെ നമ്മൾ ഗെറ്റ് ടുഗദർ, വി ആർ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് അത് നടത്തിയത്. അന്ന് കൽക്കത്തയിൽ ഉണ്ടായിരുന്ന ആ മാർച്ചിനുണ്ടായിരുന്നത് 15 ക്യൂർ പേഴ്സൺസ് ആയിരുന്നു, വെറും 15 ക്യൂർ പേഴ്സൺസ് ആയിരുന്നു. കൊൽക്കത്തയ്ക്ക് പുറമെ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഉള്ളവരും അതിനകത്ത് അണിചേർന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു സ്ട്രീറ്റ് പരേഡ് അല്ലായിരുന്നു. അവരൊരു പാർക്ക് സർക്കസ് മൈതാനത്തിന് ചുറ്റും നടക്കുകയും ക്യൂർ പോരാട്ടങ്ങളെ കുറിച്ച് അവബോധം വളർത്താനായി NGO-കൾക്കും മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ലഘുലേഖകളും പത്രക്കുറിപ്പുകളും ഒക്കെ കൊടുത്ത് വിതരണം ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. 2008 കൊൽക്കത്ത ഒരു 10 കൊല്ലത്തോളം കൊൽക്കത്തയിൽ മാത്രമായിരുന്നു പ്രൈഡ് നടന്നിരുന്നത്. എന്നാൽ 2008 ആയ സമയത്ത് ജൂൺ 29 തൊട്ട് ഇന്ത്യയില് പ്രൈഡ് പലയിടത്തും വരാൻ തുടങ്ങി. കൊൽക്കത്ത, ഡൽഹി, ബാംഗ്ലൂർ, പുതുച്ചേരി, അങ്ങനെ 4 നഗരങ്ങളിൽ ഒരേ സമയമൊക്കെ പ്രൈഡ് നടന്നു. ക്യൂർ ആസാദി എന്ന് പറഞ്ഞ ഒരു ക്യൂർ ആസാദി മുംബൈ എന്ന ബാനറില് ഓഗസ്റ്റില് മുംബൈയില് ഇവരിത് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രൈഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടക്സ്റ്റ് വരുന്ന സമയത്ത്
ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഇന്ത്യയിലെ ക്യൂർ മനുഷ്യർ ആ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൈമറിലി ആയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഒരു ദശാബ്ദത്തിൽ അത് മെട്രോ നഗരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് വ്യാപിക്കുകയും 2014 ഗുവാഹത്തി ഗുവാഹത്തിയിലാണ് വടക്കിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈഡ് നടന്നിട്ടുള്ളത്. പിന്നെ ചെന്നൈ, ഹൈദരാബാദ്, ജയ്പൂർ, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ ചെറിയ നഗരങ്ങളിലേക്കും പ്രൈഡ് വ്യാപിച്ചു. അത് ഇന്ത്യയിലെ ചരിത്രത്തെ, പ്രൈഡിന്റെ ചരിത്രത്തെ 377 ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിനകത്തൊന്നും വേർപെടുത്താൻ പറ്റില്ല. പ്രൈഡ് അതൊരു ദിവസം കൊണ്ട് വരുന്നതല്ല. നാസ് ഫൗണ്ടേഷൻ കേസ് 2001 തൊട്ട് തുടങ്ങിയിട്ടുള്ള സമത്വം, സ്വകാര്യത, ജീവിക്കാനുള്ള അവകാശം എന്നുള്ള ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജി, 2009 പ്രായപൂർത്തിയായവരുടെ സ്വർഗരതി നിയമവിധേയമാക്കിക്കൊണ്ടുള്ള ആ ക്രിമിനലൈസേഷൻ ഇല്ലാതാക്കൽ, പിന്നെ 2013 വീണ്ടും സുരേഷ് കുമാർ കൗശൽ വേഴ്സസ് നാസ് ഫൗണ്ടേഷൻ കേസിൽ ഡൽഹി ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കി, അത് ക്രിമിനൽ ഒഫൻസ് ആക്കി. പിന്നീട് നൽസ ജഡ്ജ്മെന്റ് 2014 കൊണ്ടുവന്നു. അതിനുശേഷം 2018 നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സെക്ഷൻ 377 റദ്ദാക്കി. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ കേസ്. എന്നാൽ ഇത് റദ്ദാക്കെന്ന് പറഞ്ഞ് ചെല്ലുന്ന ഒരു കാര്യമല്ല. ഇതിനെപ്പറ്റി എത്രയോ കൊല്ലങ്ങൾ, വർഷങ്ങൾ എടുത്ത് കോടതി കാര്യങ്ങൾ നടക്കുകയും അതിനോടൊപ്പം തന്നെ വിസിബിലിറ്റി കൂട്ടുകയും. ഞാനിപ്പോ പ്രൈഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഘടനകളുടെ കാര്യം പറയുന്നത്, ആ ഒരു ഇതിന്റെ കാര്യം പറയുന്നത്. പക്ഷെ ഓരോ ക്യൂർ മനുഷ്യന്റെ ലെസ്ബിയൻ, ഗേ, ട്രാൻസ്, എനി കൈൻഡ് ഓഫ് സെക്ഷുവാലിറ്റി, അത് വിസിബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഇൻവിസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇവരെല്ലാം ഇത് ചെയ്യുമ്പോൾ ഇവരെല്ലാം ഇൻഡിപെൻഡന്റ്ലി ഒരു റയോട്ടിൽ ഏർപ്പെടുന്നുണ്ട് ഓരോ ദിവസവും. ഇൻഡിപെൻഡന്റ്ലി ഓരോ മനുഷ്യരും ഓരോ ദിവസവും ഓരോ സ്ട്രഗിൾ വിട്ടേക്ക് ഓരോ ദിവസവും അവർ പ്രതിഷേധങ്ങളിലൂടെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതെന്താ എനിക്കില്ലാത്തത്, അതെന്താ എനിക്കില്ലാത്തെന്നുള്ള സൈക്കിൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം നമ്മളിവിടെ പ്രൈഡ് എന്നുള്ള കാര്യം പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രൈഡ് എന്ന് പറയുമ്പോൾ 2018 377 എടുത്തു കളഞ്ഞതിന് ശേഷം വാട്ട് ടു നെക്സ്റ്റ് എന്നുള്ള ചോദ്യം വരാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾ സമരം ചെയ്തത്, നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നു, ദെൻ വാട്ട് എന്ന് പറയുന്ന കാര്യം വരാൻ തുടങ്ങി. അപ്പോ നിയമസാധുത എന്നുള്ളതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ള സാമൂഹിക, സാമ്പത്തിക, നിയമപരമായിട്ടുള്ള സമത്വത്തിലേക്ക് ഇന്ത്യൻ പ്രൈഡിന്റെ കോണ്ടക്സ്റ്റാലിറ്റി മാറിപ്പോയി. ഇന്റർസെക്ഷണലായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ലൈംഗിക സ്വത്വത്തിൽ മാത്രമല്ല ഉള്ളത്, ക്യൂർ ഐഡന്റിറ്റീസ് എങ്ങനെയാണ് നമ്മുടെ ജാതി, വർഗം, മതം, പ്രാദേശിക രാഷ്ട്രീയം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങി. ഇപ്പൊ ജാതി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ നമ്മൾ വിളിക്കാറുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളോടുള്ള ഐക്യദാർഢ്യം ക്യൂർ പ്രൈഡിൽ നടക്കാറുണ്ട്. ഹിജറ കോത്തി, യോഗപ്പ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രാൻസ് ഐഡന്റിറ്റീസിന് ഇന്നത്തെ മാർച്ചിൽ വളരെ മുൻഗണനകൾ നൽകുന്നുണ്ട്. അപ്പം നമ്മളുടെ ഡീറ്റെയിൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ നിയമസാധ്യത 377 എടുത്തു കളയണമെന്ന് മാത്രമല്ലായിരുന്നു. നമ്മൾ വളരെ റൂട്ടഡ് ആയിട്ട് ക്യൂർ പ്രൈഡുകളിൽ നമ്മുടെ രാഷ്ട്രീയം പറയാറുണ്ട്. ഓരോ കമ്മ്യൂണിറ്റി അവരുടെ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. അതുപോലെ 2023 സ്വർഗ വിവാഹങ്ങൾക്കുള്ള നിയമപരമായിട്ടുള്ള അംഗീകാരം തേടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പ്രൈഡ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രൈഡിന്റെ സത്ത എന്നുള്ളത് ഒരു ഒറ്റ കേസ് ആയിട്ടുള്ള, ഞാൻ ഹോമോജീനിയസ് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല. പ്രൈഡ് ഓൾവേസ് ഡിസ്കസ് അബൌട്ട് the discrimination of the society or the government for any oppressed one. പ്രൈഡ് മാർച്ചിൽ നമുക്കിപ്പോ ട്രൈബൽസിന് വേണ്ടി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം. പ്രൈഡ് മാർച്ചിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള ഏത് മനുഷ്യനെ വേണ്ടി സംസാരിക്കാം. ഇറ്റ് ഈസ് എ വോയിസ് ഓഫ് ദ ഒപ്രസ് അബൌട്ട് വാട്ട് വി ലാക്സ് ഇൻ ദ സൊസൈറ്റി. അതുകൊണ്ടാണ് പ്രൈഡ് ഒരു റെസിസ്റ്റൻസ് ആകുന്നത്. പക്ഷെ അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഐഡന്റിറ്റിയിൽ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. വി ആർ നോട്ട് ഫിയർ അബൌട്ട് വാട്ട് യു ആർ, ഹൗ മച്ച് സ്ട്രോങ് യു ആർ, വി ആർ ഹിയർ, വി ആർ ക്യൂർ. ഞങ്ങൾ നമ്മുടെ ലൗഡ്നെസ്, നമ്മുടെ ഒരു കളർഫുൾനെസ്, അങ്ങനെയാണ് പ്രൈഡിൽ അത് പ്രതിഫലിക്കുന്നത്. ബട്ട് ബേസിക്കലി അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ആ കൾച്ചറൽ ഹിസ്റ്ററി ബിലോങ് ടു ദ ക്യൂർ പീപ്പിൾ ആയതുകൊണ്ട് വി സെലിബ്രേറ്റ് ദാറ്റ് പ്രൈഡ് ആസ് എ മെസ്മറൈസിംഗ് വേ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ആ കോണ്ടെക്സ്റ്റ് എങ്ങനെ മാറും എന്നുള്ളത്.
90കളുടെ അവസാനത്തിലും 2000ത്തിന്റെ തുടക്കത്തിലുമാണ് കേരളത്തിൽ ഒരു ക്യൂർ വ്യക്തിയായിട്ട് പരസ്യമായിട്ട് ജീവിക്കുക എന്നുള്ളത് അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇത് ഇന്ത്യൻ കോണ്ടക്സ്റ്റ്, ഇത് കേരള കോണ്ടക്സ്റ്റ് ആണ്. ഈ കേരളത്തിലെ ക്യൂർ വ്യക്തിയാണോ, നിങ്ങൾക്ക് തല്ലുറപ്പാണ്, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കൽ ഉറപ്പാണ്, എന്ത് നമുക്ക് സാമൂഹിക ഒരു വിപ്രതിപത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് അത്രമേൽ ആഴത്തിലുള്ള ഒരു കാര്യമായിരുന്നു. ക്യൂർ വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് ലെസ്ബിയൻ ആയിട്ടുള്ള മനുഷ്യർക്ക്, സ്ത്രീ ആയിട്ട് ജനിച്ചവർക്ക്, ജെൻഡർ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ആളുകൾക്ക്, അവർക്ക് കടുത്ത ഒറ്റപ്പെടലുകളും നിർബന്ധിതമായിട്ടുള്ള മനോരോഗ ചികിത്സകളും കുടുംബ പീഡനങ്ങളും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫോഴ്സ്ഫുൾ മാരേജ്, ലെസ്ബിയൻ ആയിട്ടുള്ള സ്ത്രീകൾക്ക് റേപ്പായിരുന്നു. അത് നമ്മുടെ ആദില നൂറയൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ഹാപ്പൻഡ് ഇൻ ഹോം. എന്റെ ഒരു പല സുഹൃത്തുക്കളും മന്ത്രവാദിയുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ശരിക്കും ഡോണ്ട് സേ ദാറ്റ് ഞാൻ അതിന് എമ്പതി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ക്യൂർ പേഴ്സൺ ഹു വെന്റ് ത്രൂ ഓൾ ദീസ് തിങ്സ്, സർവൈവർ ആയിട്ടുള്ള മനുഷ്യർക്ക് അതിനെ പുറകോട്ട് നോക്കുമ്പോൾ അത് വലിയ കോമഡി ആയിട്ട് തോന്നും. ബട്ട് ഇറ്റ്സ് എ ട്രോമ. അപ്പം ആ സമയത്ത് കേരളത്തിൽ നിലനിന്ന് പോകാൻ പോലും ഭയങ്കര കഷ്ടമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 90കൾ. അപ്പം ആ ഒരു ഇരുണ്ട സാഹചര്യത്തില് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ചില പിന്തുണ കൂട്ടായ്മകൾ വളരെ വളരെ രഹസ്യമായിട്ട് രൂപീകരിക്കാൻ തുടങ്ങി, വളരെ സൗണ്ടഡ് അല്ലാതെ. ലെസ്ബിയൻ, ബൈസെക്ഷൽ സ്ത്രീകൾ, ട്രാൻസ് പുരുഷന്മാർ എന്നിവരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സഹയാത്രിക എന്നപോലുള്ള സംഘടനകൾ ഈ കമ്മ്യൂണിറ്റിക്ക് പൊതു ഇടങ്ങളിലേക്ക് ധൈര്യത്തോടെ കടന്നു വരാൻ കഴിയുന്നതിനും വളരെ മുമ്പ് തന്നെ നിർണായകമായിട്ടുള്ള കൗൺസിലിങ്ങുകളും സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളും പ്രതിസന്ധികളിലൊക്കെ ഇപ്പോഴും സഹയാത്രിക അത് ചെയ്യുന്നുണ്ട്. അപ്പം അമേരിക്കയിലും ലെസ്ബിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇതായിരുന്നു. ഡോട്ടേഴ്സ് ഓഫ് ബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അവർ ചെയ്തിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ആദ്യം അവന് കൊടുക്കേണ്ട ആദ്യം സ്വാതന്ത്ര്യമല്ല, മറിച്ച് അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റല്ല, ഇറ്റ് ഈസ് നാച്ചുറൽ. ഇതൊരു സിന്നായിട്ട് ഇത് തലയിൽ വെക്കുന്നത്. നമ്മൾ എത്ര സ്വാതന്ത്ര്യം കിട്ടിയാലും നമുക്കൊരു തോന്നലുണ്ടാകും, ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ, ഞാൻ ചെയ്യുന്ന പാപമല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകും. ആദ്യം ചെയ്യേണ്ടത് ഈ പാപബോധം എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനത്തെ പാപബോധം മാറ്റുന്നതിനും കൗൺസിലിങ്ങുകളും അത് കഴിഞ്ഞിട്ട് വേണ്ട സേഫ് സ്പേസ് ആണ്, നമുക്ക് ജീവിക്കാനുള്ളൊരു ഇടമാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കൊടുത്താണ് സഹയാത്രിക ആളുകളെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 2010 തോന്നുന്നു എന്താണ് സ്വർഗരതിയെ താൽക്കാലികമായിട്ട് കുറ്റവിമുക്തമാക്കിയ 2009 വിധിയെ തുടർന്നിട്ട് തൃശ്ശൂര് 2010 ജൂലൈ 2 തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ ഒരു ക്യൂർ പ്രൈഡ് മാർച്ച് നടത്തി. അപ്പം അതില് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ രേഖ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഇതായിട്ടുണ്ടായിരുന്നു. ആ ഒരു നാഴികക്കല്ല്, അതിന്റെ ഒരു നറേഷൻ എന്ന് പറയുന്നത് നിശബ്ദതയിൽ നിന്ന് ആഘോഷത്തിലേക്കാണ്, ഫ്രം സൈലൻസ് ടു സെലിബ്രേഷൻ. അപ്പൊ ഒന്ന് നോക്കിയേ, അമേരിക്കയിൽ നടന്നിട്ടുള്ളതിന്റെ അർത്ഥം വിസിബിലിറ്റി ആയിരുന്നു, അതൊരു റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടായിരുന്നു ആ പ്രൈഡ്. ഇന്ത്യയിലെ പ്രൈഡ് നടന്നിട്ടുണ്ടായിരുന്നത് എക്സിസ്റ്റൻസിന്റെ ഭാഗത്തിനായിട്ടായിരുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ളത് നിശബ്ദതയിൽ നിന്ന് ആഘോഷത്തിലേക്ക് എന്നുള്ള സൈലൻസ് സെലിബ്രേഷനിലേക്കായിരുന്നു. 3 ഇടങ്ങളിലെ ഒരു കോണ്ടിനെന്റിലെ അവസ്ഥ ഒന്നായിരുന്നു, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് മറ്റൊരു രീതിയിലായിരുന്നു, ഇന്ത്യയിലുള്ള ഒരു സബായിട്ടുള്ള സ്റ്റേറ്റില് അത് വേറൊരു രീതിയിലായിരുന്നു എന്നുള്ളത്. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും ഡിഫറൻഷ്യൽ ആയിട്ടാണ് പ്രൈഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതിന്റെ റീസൺസ് വേറെയാണ്. പക്ഷെ ആദ്യം ഒപ്രഷൻ ആണ് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നതും അതിനോടുള്ള പ്രതിഷേധമാണ് നമ്മൾ ചെയ്യുന്നതാണ്. കേരളത്തില് നടത്തിയിട്ടുള്ള സൈലൻസ് ടു സെലിബ്രേഷൻ എന്ന് പറയുന്ന മാർച്ചില് 300 തൊട്ട് 500 വരെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് മഴവിൽ പതാക, നമ്മുടെ റെയിൻബോ ഫ്ലാഗ് പരസ്യമായിട്ട് ഉയർത്തിയത് ആ ദിവസമായിരുന്നു കേരളത്തിൽ എന്ന് പറയുന്നത്. ലൈംഗിക ന്യൂനപക്ഷങ്ങളും ജനറൽ ന്യൂനപക്ഷങ്ങളും കേരളത്തിൽ ഉണ്ടെന്നുള്ളതും അവര് മോറൽ പോലീസിങ്ങിനും ജുഡീഷ്യൽ പോലീസിങ്ങിനും വിവേചനങ്ങൾക്കും ഇരയാകാതെ മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടെന്നും ഉള്ള ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കേരള പ്രൈഡ് മാർച്ചില് 2010 നടന്നു എന്നുള്ളതാണ്. കേരളത്തില് ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജി ഉണ്ട്. കേരളത്തിലെ പ്രൈഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് പ്രൈഡ് സ്ട്രാറ്റജി. അതായത് അത്
കേരളത്തിലെ ക്യൂർ സമൂഹം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സവിശേഷവും ജനാധിപത്യപരവുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. പ്രൈഡ് മാർച്ച് സ്ഥിരമായിട്ടൊരു നഗരത്തിൽ വേണ്ട. ആഗോളതലത്തിൽ എല്ലായിടത്തും സ്ഥിരമായിട്ടാണ് ഒരു പ്രൈഡ് മാർച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ വെക്കുന്നതെങ്കിൽ കേരളത്തില് പ്രൈഡ് മാർച്ച് വ്യത്യസ്ത ജില്ലകളിലേക്ക് മാറ്റാനായിട്ടാണ് തീരുമാനിച്ചത്. ഞാൻ പ്രൈഡ് കമ്മിറ്റിക്കകത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം നമ്മളെടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വിസിബിലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വിസിബിലിറ്റിയെ ഡിസെൻട്രലൈസ് ചെയ്യുക, വികേന്ദ്രിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു കേട്ടാണ്. കൊച്ചിയോ തിരുവനന്തപുരമോ പോലുള്ള വലിയ നഗരങ്ങളിൽ മാത്രം പരിപാടികൾ ഒതുക്കുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലും ചെറുകിട പട്ടണങ്ങളിലും ഉള്ള ക്യൂർ വ്യക്തികളെ കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ഇതിന്റെ സംഘാടകർക്ക് മനസ്സിലായി. അതിനോടൊപ്പം തന്നെ പ്രൈഡ് ഓരോ ജില്ലയിലേക്കും മാറിയതോട് കൂടിയിട്ട് അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ക്യൂർ യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നു. അവരതിനെ ഡീൽ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലും ജെൻഡർ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഓരോ ജില്ലകളിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരു ക്യൂർ മനുഷ്യനെയോ ഒരു ലെസ്ബിയൻ സ്ത്രീയെയോ ഒരു ട്രാൻസ് മനുഷ്യനെയോ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വന്നു, അവരുടെ നിയമങ്ങളെ അവർക്ക് പഠിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ കൈകൊടുത്തു. അത് കൊച്ചിയിൽ മാത്രമാണെങ്കിൽ കൊച്ചിയിൽ മാത്രം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് മാത്രം, അങ്ങോട്ടേക്ക് ബാക്കിയുള്ളവർക്ക് മൈഗ്രേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ വന്നു. ഇപ്പം കോട്ടയത്ത് ഏകദേശം 100 ട്രാൻസ് പേഴ്സൺസ് ഉണ്ട്. അവരെല്ലാം അവരുടെ വീട്ടിലാണ്. കാരണം നമ്മൾ ഇവിടെ നടത്തുന്ന മൂവ്മെന്റുകൾ ഇറ്റ് സ്പ്രെഡഡ് ഓൾ ഓവർ എവ്രിവെയർ. നമ്മൾ വിസിബിലിറ്റി എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. 2010, 2011 സമയങ്ങളിൽ തൃശ്ശൂരില് നമ്മൾ ഒരു ക്യൂർ ദൃശ്യതയ്ക്ക് ഒരു അടിത്തറ ഇട്ടിട്ടുണ്ട്. 2012 കോഴിക്കോട് നടന്നിട്ടുള്ള ഒരു പ്രൈഡില് കമ്മ്യൂണിറ്റി നെറ്റ്വർക്കുകളുടെ നേതൃത്വത്തിൽ മലബാർ മേഖലയിലെ കമ്മ്യൂണിറ്റി നെറ്റ്വർക്കുകളെല്ലാം ഒന്ന് ചേർത്തുകൊണ്ട് കോഴിക്കോട് പ്രൈഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ക്യൂർ പ്രൈഡ് കേരളവും ക്യൂറള സഹയാത്രിക എന്നുള്ള ഒരു സംയുക്തമായിട്ട് മാധ്യമങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രൈഡായിരുന്നു കൊച്ചിയിൽ നടന്നിട്ടുള്ള 2014 പ്രൈഡ്. ഓരോ പ്രൈഡിലും മീൻസ് ക്യൂർ പീപ്പിൾ വെർ ഫോക്കസിങ് ഓൺ വാട്ട് വി ഹാവ് ടു ഡു ഫോർ ദിസ് പർട്ടിക്കുലർ പ്രൈഡ് എന്നുള്ള കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് നടന്ന 2016 പ്രൈഡില് അന്നത്തെ MLA ആയിട്ടുള്ള VT ബൽറാം ഉൾപ്പെടെയുള്ളവർ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഔദ്യോഗിക തലത്തിലുള്ള ക്യൂർ പ്രൈഡിനുള്ള പിന്തുണ, ക്യൂർ മനുഷ്യരുടെ പിന്തുണ നമ്മൾ നേടിയിട്ടുള്ളതായിരുന്നു. Primarily they were shown their visibility. Secondary, they collaborated each other, organized each other. Thirdly, the mainstream organizations of your community organized and they communicated everything with the media എന്നുള്ള രീതിയിലാണ്. പിന്നെ 2016 ആഫ്റ്റർ ദ കുറെ നിയമങ്ങളും കാര്യങ്ങളും വന്നതിന് ശേഷം കോഴിക്കോട് നടന്നതിനകത്ത് വി ഇൻക്ലൂഡഡ് പൊളിറ്റിക്സ് ഇൻ ടു ഇറ്റ്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പൊളിറ്റിക്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 കോവിഡിന് ശേഷമാണ് പിന്നീട് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൊല്ലത്തില് പ്രൈഡ് നടന്നിട്ടുള്ളത്. ആ സമയത്ത് ട്രാൻസ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അനന്യകുമാരി അലക്സിന് ആദരവ് അർപ്പിച്ചുകൊണ്ടായിരുന്നു ആ പ്രൈഡ് നടന്നിട്ടുണ്ടായിരുന്നുള്ളത്. തിരുവനന്തപുരത്ത് 2024 ക്യൂർസ് ട്രാൻസ് സ്റ്റുഡന്റ് മീറ്റപ്പ് ഉൾപ്പെടെ പ്രൈഡ് നടന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ പ്രൈഡിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കേരള പ്രൈഡിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്നുള്ളത് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിട്ടുള്ളതോ വാണിജ്യപരമായിട്ടുള്ള ഒരു ഉത്സവമായിട്ട് ഒതുങ്ങിയിട്ടുള്ളതല്ല. ലൈംഗികതയെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ, ജാതി, മതം, വർഗം, ഇടതുപക്ഷ പുരോഗമന, പ്രാദേശിക രാഷ്ട്രീയം എന്നിവയുമായിട്ടൊക്കെ കൂടിച്ചേരുന്ന ശക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു ഇടമായിട്ടാണ് പ്രൈഡ് കേരളത്തിൽ നിലനിൽക്കുന്നത്. മലപ്പുറത്ത് നടന്ന ഒരു പ്രൈഡിനകത്ത് ഞാൻ സംസാരിച്ച ഒരു സബ്ജക്ട് ഇന്റർസെക്ഷണൽ ക്യൂർ എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ഒരു ഇതായിട്ടുള്ള കൊടി പരത്തിയിട്ടുള്ള ജാഥ മാത്രമല്ല, ക്യൂർ പ്രൈഡില് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചർച്ചകളും ഡിബേറ്റുകളും കാര്യങ്ങളും നടക്കുന്നത്. സംസ്ഥാന പ്രൈഡിന്റെ ആസൂത്രണം തന്നെ മാസങ്ങൾക്ക് മുമ്പ് നടക്കുന്നതാണ്. അത് വളരെ ജനാധിപത്യപരവും അധികാര ശ്രേണികളും. യു കാൺ ഫൈൻഡ് ഔട്ട് എ പേഴ്സൺ ഹു ഇസ് ബിഹൈൻഡ് ദ പ്രൈഡ്. പ്രൈമറി പ്രൈഡ് നടന്ന സമയത്തുള്ള ഓർഗനൈസേഴ്സിന്റെ പേരുണ്ടായിരിക്കും. അതല്ലാതെ പ്രൈഡിന്റെ ഒരു തലവനോ തലതൊട്ടപ്പനോ കേരള പ്രൈഡിലില്ല. എല്ലാവരും വോളണ്ടിയേഴ്സ് ആണ്. വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് തീരുമാനങ്ങൾ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി 1-2 മാസം എടുത്തിട്ടാണ് ഒരു പ്രൈഡ് നടത്തുന്നത്.
പ്രൈഡിലെ പ്ലക്കാർഡുകളായിക്കോട്ടെ, പരസ്യ പ്രസ്താവനകളായിക്കോട്ടെ, പാനൽ ചർച്ചകളായിക്കോട്ടെ, ഇതെല്ലാം ഈ ഭരണകൂട നയങ്ങൾ, വ്യവസ്ഥാപിത ജാതി വിവേചനങ്ങൾ, ജാതിവിരുദ്ധ ഐക്യദാർഢ്യങ്ങൾ, പിന്നെ അതുപോലെ അധ്വാനിക്കുന്ന പ്രിക്യാരിറ്റി ആയിട്ടുള്ള ട്രാൻസ് വ്യക്തികളുണ്ട്, അന്നന്നത്തെ ഉപജീവനം കൊണ്ട് ജീവിക്കുന്ന അവരുടെ ഐഡന്റിറ്റീസ് നേരിടുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു പോരാട്ടങ്ങളെയും നമ്മൾ പ്രൈഡിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് പിന്നീട് ഒരു 2 ദിവസത്തെ പരിപാടിയായിട്ടാണ് പ്രൈഡ് കേരളത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നത്. 1-ാം ദിവസം അക്കാദമിക് പാനലുകള്, വിദ്യാർത്ഥി സംഗമങ്ങള്, കവിതാ വായനകൾ, ചലച്ചിത്ര പ്രദർശനങ്ങൾ ഇതൊക്കെ നടക്കുകയും 2-ാം ദിവസം പബ്ലിക് മാർച്ച് നടത്തുകയും ചെയ്യുന്നതാണ്. ഇത് സാംസ്കാരിക പ്രകടനങ്ങളിൽ, രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളിലുമൊക്കെ, കമ്മ്യൂണിറ്റി ഒത്തുചേരലുകളിലൊക്കെ എൻഡപ്പ് ചെയ്യുന്നുണ്ട്. പ്രൈഡിന് പുറമെ ഒരുപാട് പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പുകളും നമ്മുടേതായിട്ടും MG യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൈഡ് നടത്താറുണ്ട്. അതുപോലെ മഹാരാജാസിൽ പ്രൈഡ് നടത്താറുണ്ട്. അങ്ങനെ പല ആൾക്കാരും പ്രൈഡുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. കേരള, ക്യോറിതം, ഈ പറയുന്ന സഹയാത്രിക, അങ്ങനെ പല കമ്മ്യൂണിറ്റി ആളുകളും ഈ പ്രൈഡും കാര്യങ്ങളും നടത്താറുണ്ട്. ഇനി നമ്മളിപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം പ്രൈഡിന്റെ ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മള് എന്തിനാണ് ഈ പറയുന്ന LGBTIQ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ക്യുവർ രാഷ്ട്രീയം ഇങ്ങനെ പറയുന്നത്? എന്തിനാ ഞാൻ ഇവിടെ വന്ന് പറയുന്നത്? നിങ്ങൾ പല ആൾക്കാർ, നിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാർ ഹെറ്ററോനോർമേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. Then why everyone says that ക്യുവർ പ്രൈഡ് എന്ന് പറഞ്ഞു നിൽക്കുന്നത്? ക്യുവർ പ്രൈഡ് എന്നുള്ളത് ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആയിട്ടാണ് ഭൂരിഭാഗം നമ്മൾ കരുതുന്നത്. അതായത് ക്യുവർ പ്രൈഡ് ഈസ് ജസ്റ്റ് നോട്ട് എ സം ഓഫ് സം ക്യുവർ പേഴ്സൺസ് ആൻഡ് ഡൂയിങ് സം ക്യുവർ തിങ്സ്, അങ്ങനെയുള്ളതല്ല. ക്യുവർ ഈസ് എ പൊളിറ്റിക്സ്. ക്യുവറിനകത്തുനിന്ന് നമ്മൾ കണ്ടെടുക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. സോ വെനെവർ വി ആർ ഡൂയിങ് എ ക്യുവർ പ്രൈഡ്, വി ആർ അല്ലെങ്കിൽ ഒരു ക്യുവർ ആക്ടിവിസം, ക്യുവർ മൂവ്മെന്റ് കൊള്ളുന്ന സമയത്ത് വി ആർ ട്രൈങ് ടു ഗീവ് ദാറ്റ് ഇൻപുട്ട് ടു ദ അതേഴ്സ് ദാറ്റ് വി ഗോട്ട് എ പൊളിറ്റിക്സ്. ക്യാൻ യു സീ ദസ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ആളുകളെ കാണിക്കുന്നത്. ബട്ട് പീപ്പിൾ ആർ നോട്ട്, ഐ തിങ്ക് ദാറ്റ് ദേ ആർ നോട്ട് റെഡി ടു സീ ദാറ്റ് ഇൻ എ പ്രോഗ്രസീവ് വേ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. ക്യുവർ രാഷ്ട്രീയം എന്നുള്ളത് വളരെ ഡിഫറെന്റ് ആണ്. എനിബഡി ക്യാൻ ബി എ ക്യുവർ രാഷ്ട്രീയക്കാരൻ. അതിന് ക്യൂർ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. യു ഡോണ്ട് ഹാവ് ടു ബി എ ക്യൂർ ഫോർ പ്രാക്ടീസിങ് എ ക്യൂർ പൊളിറ്റിക്സ്. ഈ ലിബറൽ ആക്ടിവിസം എന്ന് പറയുന്നത് പൊതുവെ ലക്ഷ്യമിടുന്നത് നിലവിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, വ്യവസ്ഥിതിക്കുള്ളിലെ ഒരു അസിമുലേഷനെയാണ്, അല്ലെങ്കിൽ ഒരു സാമാന്യവൽക്കരണത്തിനെയാണ്. അതായത് കല്യാണം, പിന്നെ നമ്മുടെ സൈനിക സേവനം, ഭരണഘടനാപരമായിട്ടുള്ള വിവേചന വിരുദ്ധ നിയമങ്ങൾ എന്നിവയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു തുല്യ പരിരക്ഷ വേണം എന്ന രാഷ്ട്രീയം ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരു ആന്റി അസിമുലേഷൻ ആണെന്നും അല്ലെങ്കിൽ ഒരു ഡീകൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണെന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇന്റർസെഷണൽ ആണെന്നുമാണ് ക്യൂർ രാഷ്ട്രീയം കാണുന്നത്. അതായത് ഓരോ വിവാഹം എന്നൊരു നയം അങ്ങ് തരാണ്, എന്നാ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള നിയമം എന്ന് പറഞ്ഞു തരാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രേറ്റ് തിങ്. You have to consider other beings also. So some person doesn't want to be married to a woman, but the marriage right are only with the men and women. The woman and woman doesn't get the right to get married, or men and men doesn't have the right to get married. Then what is the major idea of this marriage act? എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം നമ്മള് ലിബറൽ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ഞങ്ങൾക്ക് തുല്യാവകാശം എന്ന് പറഞ്ഞ സമയത്ത് ആ തുല്യാവകാശം കിട്ടാത്ത ബഹുഭൂരിപക്ഷം മനുഷ്യരും ഉണ്ട സമയത്ത് അതെങ്ങനെ ഒരു നിയമമാകുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു വളരെ സൂപ്പർബ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആകുന്നു എന്നുള്ളൊരു ക്രിറ്റിസിസമാണ് ക്യൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നത്. അത് ക്യൂർ മനുഷ്യരുടെ മാത്രം കാര്യമല്ല, ഏത് നിയമം വന്നാലും ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫിറ്റിംഗ് വിത്ത് സം പീപ്പിൾ, then that നിയമം ഹാവ് സം ട്രബിൾസ്. നമുക്ക് കുറച്ചുകൂടെ അതിനെ ഫിൽട്ടർ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട്. അപ്പം ഈ ജെൻഡറിനെയോ ലൈംഗികതയോ സ്ഥിരമായിട്ടുള്ളൊരു ബയോളജിക്കൽ ട്രൂത്ത് ആയിട്ടല്ല, മറിച്ച് ജൂഡിത്ത് ബട്ട്ലർ ഒക്കെ പറയുന്നത് പോലെ, സ്പിവാക്ക് പറയുന്നത് പോലെ ഒരു പവറിനാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള
ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു താൽക്കാലിക വിഭാഗങ്ങളായിട്ടാണ് ക്യൂർ രാഷ്ട്രീയം കാണുന്നത്. ലൈക്ക് ഞാൻ ആദ്യമേ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ അടുക്കളയൊക്കെ വളരെ പരിപാവനവും സ്നേഹസമ്പൂർണവുമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. പക്ഷെ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മമാര് അവിടെ അടുക്കളയിൽ എങ്ങനെ തളയ്ക്കപ്പെടുന്നു, അവരുടെ അൺപെയ്ഡ് ലേബർ അവിടെ എങ്ങനെ നടക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തോ ഒരു കുഴപ്പമില്ലേ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത് നൂറ്റാണ്ടുകളായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന പവറിന്റെയും അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളുടെയും വിധേയമായിട്ടാണ് ആ സ്ത്രീ ശരീരം ആ അടുക്കളയ്ക്കകത്ത് കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു ചോറ് വെച്ച് തിന്നാനോ പുരുഷന്മാരുടെയോ അല്ലെങ്കിൽ പവർ ഹൈറാർക്കി മേലുള്ളവരുടെ കൈ പൊങ്ങാതിരിക്കില്ല. ബട്ട് ആ അടുക്കളയ്ക്കകത്തോട്ട് ആ സ്ത്രീ ശരീരത്തിനെ കയറ്റി വെക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലോ വിച്ച് ഈസ് പാസ് ബൈ ത്രൂ ദ സെഞ്ചുറീസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയുന്നത് അന്നത് സംഭവിച്ചു, ഇന്നത് മാറി, ഇനി അത് മാറാം. സോ ദ ജെൻഡർ പൊസിഷൻസ് ആൻഡ് സെക്ഷൽ പൊസിഷൻസ് ആർ നോട്ട് ഓൾവേസ് കോൺട്രീറ്റ്. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്, ഇറ്റ് ക്യാൻ ചേഞ്ച് എന്നുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് എ പെർമനന്റ് തിങ്, ഇറ്റ് ഈസ് എ ടെമ്പററി തിങ് എന്നുള്ള രീതിയിലാണ് ക്യൂർ രാഷ്ട്രീയം അടയാളപ്പെടുന്നത്. ആൻഡ് വി ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. We are the deviants for that. You people think that men are for women and women are for men എന്ന് പറയുന്ന സമയത്ത് we know that that is not possible sometimes. Men are for men and women are for women in some area. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന സാധനങ്ങൾ പൂർണ്ണമായിട്ട് സത്യമല്ല. There are changes. ഇനിയും മാറാം, ഇപ്പം മാറിയിട്ടുണ്ട്, ഇനിയും മാറാം. സോ അതുകൊണ്ട് നിങ്ങൾ ഈ കോൺക്രീറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന സത്യങ്ങളെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ക്യൂർ രാഷ്ട്രീയത്തിനകത്തുണ്ട്. പിന്നെ അത് ഒരു സൈദ്ധാന്തിക അടിത്തറകളുണ്ട്. ഇതൊരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്രിട്ടിക്കൽ തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്യൂർ രാഷ്ട്രീയം രൂപീകരിച്ചിട്ടുള്ളത്. അത് സമൂഹത്തെ ക്രമീകരിച്ചു നിർത്തുന്ന ഒരു ബൈനറി സിസ്റ്റം ഉണ്ട്. അതിനെ ഇത് തകർക്കുക. ഉദാഹരണത്തിന് നമ്മളെല്ലാം പറയുന്ന സാധനമാണ് 50 shades of grey. വൈ there is a need of 50 shades of grey? ഗ്രേ ഒരു ഗ്രേ മാത്രമാണെന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നും അതിന് പലതരത്തിലുള്ള ഷെയ്ഡുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പകലും രാത്രിയും മാത്രമല്ല, ഉച്ചയും സന്ധ്യയും ഉണ്ട്, പുലർക്കാലവും ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പൊ അതിനെ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു സാധനം. ബൈനറി മാത്രമല്ല, ആണും പെണ്ണും മാത്രമല്ല, അതിനകത്ത് ഇന്റർസെക്സ് മനുഷ്യരുണ്ട്. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ജെൻഡർ ആയിട്ടുള്ള സ്ത്രീയും പുരുഷനും മാത്രമല്ല, ഈ സ്ത്രീയുടെയും പുരുഷന്റെയും ഇടയിലുള്ള പല വേരിയൻസ് അല്ലെങ്കിൽ ഈ പുരുഷത്വം സ്ത്രീത്വം എന്നുള്ള രണ്ട് ക്വാളിറ്റീസിന്റെ ഇടയിൽ നിൽക്കുന്ന പല ക്വാളിറ്റീസും ഉണ്ടെന്നുള്ളതാണ്. മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ക്വാളിറ്റീസും ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ദയവേത് ഇതിനകത്ത് ആരും ആണ് തന്നെയല്ലേ പുരുഷനെന്ന് ചോദിക്കരുത്. ആണ് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് സൊസൈറ്റിയിൽ നിന്നും കൽപ്പിച്ചു കൊടുക്കുന്ന മൂല്യങ്ങളാൽ ഡെവലപ്പ് ചെയ്യുന്ന ആ മൂല്യത്തിന്റെ പേര് പൗരുഷം എന്നാണ്. ആ പൗരുഷം അച്ചീവ് ചെയ്യുന്ന ആളിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നത് സ്ത്രീത്വമാണ്. ആ സ്ത്രീത്വത്തെ അച്ചീവ് ചെയ്യുന്ന പെൺകുട്ടിയാണ് സ്ത്രീ എന്നുള്ളത്. പക്ഷെ ഈ പൗരുഷവും സ്ത്രീത്വവും ഏത് അളവുകോലിലാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനകത്ത് പല ഗ്രേഡുകളും വിഭജിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആണായിട്ട് ജനിച്ചിട്ടുള്ള ആൾക്ക് സ്ത്രീത്വം കൂടുതൽ ഉണ്ടായിരിക്കും, പുരുഷത്വം കുറവായിരിക്കും. സോ അവർക്ക് പൂർണ്ണമായിട്ടുള്ള പുരുഷനാകാനായിട്ട് പറ്റിയെന്ന് വരില്ല സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. സോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഇടയിലുള്ള ഇൻബിറ്റ്വീൻ സ്ഥാനമായിരിക്കും. അവരെ നോൺ ബൈനറീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് സമൂഹത്തിന് വേണ്ടത് ഈ ബൈനറികൾ മാത്രമാണ്. ഈ ബൈനറികളെയാണ് ക്യൂർ രാഷ്ട്രീയം വിമർശിക്കുന്നത്. അത് വേണ്ട എന്നല്ല പറയുന്നത്, അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറെ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ക്യൂർ രാഷ്ട്രീയം ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഈ ബൈനറി മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് ഹെട്രോനോർമേറ്റീവ് ആയിട്ടുള്ള ആളുകൾ. മിഷേൽ ഫൂക്കോയുടെ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, അതിന്റെ പഠനത്തിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ സ്വാധീനം ഉൾക്കൊണ്ട് ക്യൂർ രാഷ്ട്രീയം നമ്മുടെ ഒരു എതിരാളി എന്ന് പറയുന്നത് ഹെട്രോ നോർമേറ്റിവിറ്റി ആണ് ക്യൂർ രാഷ്ട്രീയത്തിന്റെ. ലൈക്ക് ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിൽ പാട്രിയാർക്കി എങ്ങനെയാണോ വില്ലനാകുന്നത്, അതുപോലെ ക്യൂർ പൊളിറ്റിക്സിൽ ഹെട്രോ നോർമേറ്റിവിറ്റി എന്നുള്ള കാര്യത്തെയാണ് നമ്മൾ വിചാരണ ചെയ്യുന്നത്. അതായത് ഹെട്രോസെക്ഷുവാലിറ്റി മാത്രമാണ് മനുഷ്യന്റെ ജീവിതത്തിലെ സ്വാഭാവികവും സന്തുലിതവുമായിട്ടുള്ള ഏക രീതി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ധാരണയെ ഈ ക്യൂർ പൊളിറ്റിക്സ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഭരണകൂടമായിക്കോട്ടെ, വിദ്യാലയങ്ങളായിക്കോട്ടെ, ജയിലുകളായിക്കോട്ടെ, ആശുപത്രികളായിക്കോട്ടെ, ഈ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഈ രീതിയെ നിരന്തരം ഉൽപ്പാദിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്
പഠിക്കുന്നതാണ് ക്യൂർ പൊളിറ്റിക്സിന്റെ ഒരു ഏരിയ എന്നുള്ളത്. ജെൻഡർ പെർഫോമേറ്റിവിറ്റി എന്നുള്ള ജൂഡിത്ത് ബട്ട്ലറിന്റെ വിപ്ലവകരമായിട്ടുള്ള കണ്ടുപിടുത്തലുകളെ മുൻനിർത്തി ജെൻഡർ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയുടെ ആന്തരിക സത്യമോ ജീവശാസ്ത്രപരമായ യാഥാർത്ഥ്യമോ അല്ല എന്ന് എത്ര പറഞ്ഞാലും ആൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥ വരുന്നുണ്ട്. സി, ഞങ്ങൾ ആൺകുട്ടികളെ കുറിച്ചോ പെൺകുട്ടികളെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. ജെൻഡർ ഈസ് ഡിഫറെന്റ് തിങ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ ലോകത്ത് 2 ജെൻഡറേ ഉള്ളൂ, ആണും പെണ്ണും എന്ന് പറയുന്ന വിഡ്ഢിത്തങ്ങൾ പറയാറുണ്ട് ആൾക്കാര്. ജെൻഡർ ഈസ് നോട്ട് ആണും പെണ്ണും, ജെൻഡർ ഈസ് സ്ത്രീയും പുരുഷനും, ആണും പെണ്ണും ബയോളജിക്കൽ. ഓക്കെ, അത് മലയാളത്തിന്റെ കുറ്റമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ നമ്മുടെ ആധുനികമായിട്ടുള്ള ഒരു വെസ്റ്റേൺ കൾച്ചർ, അത് നമ്മളുടെ ഉള്ള നോളജിനെ മുഴുവനും ഹെട്രോസെക്ഷൽ ഹോമോസെക്ഷൽ എന്നുള്ള ഒരു ഡിഫറൻഷിയേഷന് ചുറ്റുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം എന്റെ മുമ്പിലുള്ള അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഹെട്രോസെക്ഷൽ ആയിരിക്കാം, ഞാനൊരു ഹോമോസെക്ഷൽ ആണ്. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ നോളജിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ എന്താണ് സെഡ്വിക്കിനെ പോലുള്ള ആൾക്കാര്, ഈ കസോസ്കി സെഡ്വിക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ അയാളെ പോലുള്ള സൈദ്ധാന്തികർ പറയുന്നതെന്ന് വെച്ചാൽ ലൈംഗികതയുടെ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട്. ആ ഫ്ലൂയിഡിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഐഡന്റിറ്റിയെ ഒരു കച്ചവട സാധ്യതയാക്കിയിട്ട് ഒതുക്കാതിരിക്കാനും ഈ ക്യൂർ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴേലും ഒക്കെ എന്നെ ട്രാൻസ്പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ആളുകള് പറയുന്ന സമയത്ത് ആളുകൾ പറയും, അയ്യോ കണ്ടിട്ട് ട്രാൻസ്പേഴ്സൺ ആയിട്ട് തോന്നുന്നല്ലോ, നിങ്ങൾ എന്താണ് മുടി വളർത്താത്തത്. ഞാൻ എന്റെ മുടി വെട്ടിയതാണ് കേട്ടോ. നിങ്ങൾ എന്താണ് മുടി വളർത്താത്തത്, നിങ്ങൾ എന്താണ് ഈ പറയുന്ന ചുരിദാർ ഇടാത്തത്, നിങ്ങൾ എന്താണ് സാരി എടുക്കാത്തത് എന്നൊക്കെ ആളുകൾ സാധാരണ ചോദിക്കാറുണ്ട്. The thing is, my identity doesn't own with any money or purchase. I don't want to go for a 1 lakh rupees surgery to perform who I am. I don't want to make my skin so feminine to show who I am എന്നുള്ള രീതിയാണ്. ഇന്നേറ്റ് ആയിട്ടുള്ള ഐഡിയോളജിയും ഇന്നേറ്റ് ആയിട്ടുള്ള പെർഫോമൻസും നമുക്കറിയാം. നമ്മൾ ഏത് ജെൻഡറിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്കത് നോട്ട് ചെയ്യാം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ഐഡന്റിറ്റിയെ ഒരു കച്ചവട വ്യവസ്ഥിതിക്കായിട്ട് തീരെഴുതി കൊടുക്കുന്നത് ക്യൂർ രാഷ്ട്രീയം അത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ക്യൂർ രാഷ്ട്രീയം. സോ ഐ എം മോസ്റ്റ്ലി എ ക്യൂർ പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ ഒരു ക്യൂർ രാഷ്ട്രീയത്തിൽ ഊന്നിയ ഒരാളാണ്. എന്റെ ജീവിതത്തില് ഈ ഇൻവെസ്റ്റ്മെന്റുകൾക്കും പണങ്ങൾക്കും എല്ലാം കുറച്ച് ബെയർ മിനിമം സാധ്യതയാണ് ഉള്ളത്. സോ ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് ദ പൊളിറ്റിക്സ്. പിന്നെ നമ്മുടെ മുഖ്യധാര അവകാശങ്ങളെ കുറിച്ചുള്ള കാര്യമാണ്. മുഖ്യധാര LGBT അവകാശങ്ങൾ എന്ന് പറയുന്നത് അതൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ നന്നായിരിക്കും. ഉൾക്കൊള്ളലും സമത്വം എന്നുള്ളത് മുഖ്യധാര പ്രധാന ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. നിലവിലുള്ള വ്യവസ്ഥിതികൾ നിന്നുകൊണ്ട് ഭരണകൂടം അംഗീകരിച്ച അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മുഖ്യധാര അവകാശം. പക്ഷെ ഒരു തീവ്ര ക്യൂർ രാഷ്ട്രീയം, എല്ലാ സൈഡിലും ഒരു തീവ്ര രാഷ്ട്രീയം ഉണ്ടല്ലോ, അതുപോലെ രാഷ്ട്രീയം ക്യൂർ രാഷ്ട്രീയത്തിലുണ്ട്. അത് പക്ഷെ ഇപ്പോഴൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് നമ്മൾ പറയുന്ന റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം അല്ലേ, അത് വിമോചനത്തിന് വേണ്ടിയിട്ടാണ്, ലിബറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പാർശ്വവൽക്കരണം സൃഷ്ടിക്കുന്ന ഘടനാപരമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും വ്യവസ്ഥിതികളെയും അട്ടിമറിച്ചിട്ട് സമ്പൂർണമായിട്ടുള്ള ഒരു വ്യവസ്ഥാപിതി നിർമ്മിക്കുക എന്നുള്ളതാണ് ക്യൂർ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് തീവ്ര ക്യൂർ ഭാഷയിൽ വേണമെങ്കിൽ പറയാം. ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എസെൻഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജെൻഡറും ലൈംഗികതയും ജന്മനാ ലഭിക്കുന്നതും മാറ്റമില്ലാത്തതുമാണെന്നുള്ളതാണ്. പക്ഷെ തീവ്ര ക്യൂർ രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്നത് സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ജെൻഡർ. അതുകൊണ്ട് തന്നെ അതൊരു ഫ്ലൂയിഡ് ആണ്, അത് പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. അത് താൽക്കാലികമായിട്ടുള്ള ലേബലുകളെ പ്രതിരോധിക്കുന്നതാണ്. അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കുട്ടിയായിരുന്നു, നിങ്ങളൊരു കൗമാരക്കാരനാവും, യുവാവാകും, നിങ്ങൾ വാർദ്ധക്യത്തിൽ വരും. ഈ സമയത്തെല്ലാം നിങ്ങൾ പെർഫോം ചെയ്യുന്ന ഒരുപോലെ അല്ലല്ലോ. യു ടേക്സ് ഡിഫറെന്റ് റോൾസ് ബട്ട് യു റിമെയിൻ ദ സെയിം. അതുപോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ളത് പല സാമൂഹിക കൽപ്പിതമായിട്ടുള്ള കാര്യമാണ്. 58 വയസ്സുള്ള ഒരു അമ്മൂമ്മ 2ാം വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്ന സാധനം, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഈ പ്രായം ചെന്ന പ്രായത്തിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, നാട്ടിൽ കെട്ടിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഉള്ള പൊതു ഡയലോഗുകൾ പോലെയാണ് ഇത്. ഒരു പ്രായത്തിന് നിങ്ങൾ ഇന്ന ജെൻഡറിന്റെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള സാമൂഹ്യ നിർമ്മിതം
ഫ്ലൂയിഡ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു തീവ്ര ക്വയർ രാഷ്ട്രീയത്തിന്റെ ഒരു വാക്കുണ്ട്. പിന്നെ വിവാഹത്തെ കുറിച്ചിട്ടുള്ള സാമാന്യമായിട്ടുള്ള വിവാഹത്തെ കുറിച്ചിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ വിവാഹ സംബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടുക എന്നുള്ള ഒരു മെയിൻ സ്ട്രീം ആശയം ഉണ്ടെങ്കിലും അതിന്റെ ഒരു തീവ്രമായിട്ടുള്ള ഭാഗം വിവാഹം എന്ന് പറയുന്നത് ഈ കുടുംബങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ഉപയോഗിക്കുന്ന ഒരു ഹെട്രോനോർമേറ്റീവ് പദ്ധതിയായിട്ട് ക്യൂർ രാഷ്ട്രീയം കാണുന്നുണ്ട്. അതൊരു മുതലാളിത്ത ഘടനയുടെ ഭാഗമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു കുടുംബ വ്യവസ്ഥിതി എന്നുള്ളത്. അത് നിങ്ങൾ ചിലപ്പം എക്കണോമിക്സ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ജെൻഡർ ബേസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മണിയും ഭരണകൂടവും ഫാമിലിയും തമ്മിലുള്ള ഏഞ്ചൽസിന്റെ ഒക്കെ കൃതികൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഭരണകൂടവുമായിട്ട് സഹകരണം ചെയ്യുന്നതാണ് സാമാന്യമായിട്ടുള്ള ഒരു ക്യൂർ രാഷ്ട്രീയം. നിയമനിർമ്മാണ പരിഷ്കാരങ്ങളും അതൊരു ലിബറലൈസ്ഡ് ഫോമാണ്. പക്ഷെ റാഡിക്കൽ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അൺട്രസ്റ്റ്ഫുൾ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഭരണകൂടം എന്നുള്ളത്. കാരണം അതിനെ ശിക്ഷാവിധികളും നിയന്ത്രണങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കാൻ പറ്റാവുന്ന ഒരു സ്പേസ് ആണ് ഭരണകൂടം എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും സംശയത്തോടു കൂടി വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഭരണകൂടം എന്നുള്ളത്. ഇപ്പം അടുത്തിടെ വന്നിട്ടുള്ള ട്രാൻസ്ജെൻഡർ അമെന്റ്മെന്റ് ബില്ല് സംഭവിച്ചു നോക്കുന്ന സമയത്ത് എത്രമാത്രം ഈ തീവ്രമായിട്ടുള്ള ക്യൂർ രാഷ്ട്രീയത്തിലെ സ്പെക്കുലേഷൻസ് കറക്റ്റ് ആണെന്ന് കാണാൻ പറ്റും. ഭരണകൂടത്തിന് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും അവിടുത്തെ മനുഷ്യരോട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ആക്ടപ്പ് എന്ന് പറയുന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു വി ആർ ഹിയർ, വി ആർ ക്യൂർ, ഗെറ്റ് യൂസ്ഡ് ഇറ്റ് എന്നുള്ള മുദ്രാവാക്യങ്ങൾ വന്നിട്ടുള്ളത്. ക്യൂർ രാഷ്ട്രീയം എപ്പോഴും ഒളിച്ചു ജീവിക്കാൻ വിസമ്മതിക്കുകയും മുഖ്യധാരയ്ക്ക് മുമ്പിൽ മാന്യമായിട്ട് നടക്കാനുള്ള പൂർണ്ണമായിട്ട് ആ താല്പര്യമില്ല. നമ്മൾ വളരെ ഡീസന്റ് ആയിട്ട് വേണം ലോകത്ത് ജീവിക്കാനെന്നുള്ള ആ ഒരു ഇതിനെ ക്യൂർ സമൂഹം നിരസിക്കുന്നുണ്ട്. ഡീസന്റ് ആയിട്ടുള്ള നമ്മളായിട്ട് നടക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആളെ വെട്ടി കൊല്ലാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, മോഷ്ടിക്കാനെന്നല്ല പറയുന്നത്. മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ നമ്മുടെ എക്സ്പ്രഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ദർ ഈസ് നത്തിങ് റോങ് വിത്ത് എക്സ്പ്രസിങ് അവർ സെൽഫ് എന്നുള്ളതാണ് ക്യൂർ മനുഷ്യരുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പം ക്യൂർ രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് ഒരു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൈഡ് ആൻഡ് പ്രജുഡീസ്, പ്രൈഡിനെ കുറിച്ച് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നു. ഇനിയുള്ളത് കുറച്ച് കട്ടിയുള്ള കാര്യങ്ങളാണ്. സോ ഞാനത് മാറ്റി വെച്ചിട്ട് പ്രജുഡീസിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം. പ്രജുഡീസില് സാമൂഹ്യശാസ്ത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വരുന്ന പ്രൈഡിനെ കുറിച്ചിട്ടാണ്. പക്ഷെ പ്രൈഡ് വരുന്ന സമയത്ത് കുറച്ച് മുൻവിധികൾ മനുഷ്യർക്കുണ്ട്. ഇതെന്താണിത് സംഭവം, കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവരിനി ഞങ്ങളെല്ലാം ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ പല 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 ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ അതിനെ ഒന്ന് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഇതിനെ തിയറിറ്റിക്കൽ ആയിട്ട് കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് പല ഇൻഡിവിജ്വൽ നറേഷൻസ് ഉണ്ടായിരിക്കും, മതം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ കുറച്ചുകൂടി നോക്കുന്ന സമയത്ത് ഒരു മൈനോറിറ്റി സ്ട്രെസ് മോഡൽ എന്നുള്ളത് ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമാണ്. ന്യൂനപക്ഷ സമ്മർദ്ദ മാതൃക എന്ന് പറയും. അപ്പൊ അത് ഇലാനച്ച് മേയർ എന്ന് പറയുന്ന ഒരാളുടെ പ്രെജുഡീസ്, സോഷ്യൽ സ്ട്രെസ് ആൻഡ് മെന്റൽ ഹെൽത്ത് ഇൻ ലെസ്ബിയൻ, ഗേ ആൻഡ് ബൈസെക്ഷൽ പോപ്പുലേഷൻ എന്നുള്ളൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഘടനാപരമായിട്ടുള്ള മുൻവിധികളും സാമൂഹികമായിട്ടുള്ള മാറ്റി നിർത്തലുകളും വിവേചനങ്ങളും ഒരു ശത്രുതാപരമായിട്ടുള്ള അന്തരീക്ഷം മൈനോറിറ്റീസിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ അന്തരീക്ഷം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന വിട്ടുമാറാത്തൊരു ന്യൂനപക്ഷ സമ്മർദ്ദം പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ മാനസികാരോഗ്യത്തിനെയും ക്ഷേമത്തിനെയും നേരിട്ടും ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ക്യൂർ മനുഷ്യർ അങ്ങോട്ട് മാറ്റി നിർത്തിട്ട് വി ഹാവ് ടു ടേക്ക് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഹിയർ. മുസ്ലിം കമ്മ്യൂണിറ്റി ഈസ് എ മേജർ മജോറിറ്റി ഇൻ ഇന്ത്യ. അപ്പം അവിടെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന മൈനോറിറ്റി സ്ട്രെസ് മോഡൽ എന്നുള്ള സമയത്ത് വിവേചനങ്ങളും സാമൂഹികമായിട്ടുള്ള മാറ്റിനിർത്തലുകളും മുൻവിധികളും കൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാകുന്ന ഒരു ഹേറ്റഡിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നു. അപ്പം അതെന്താ സംഭവിക്കുന്നത് വെച്ചാല് പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള ഇത്തരം മനുഷ്യരുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്, ക്ഷേമത്തിനെ ബാധിക്കുന്നുണ്ട്, അവർക്കൊരു പ്രഷർ വരുന്നുണ്ട്. ഇതേ പ്രഷർ തന്നെയാണ് ക്യൂർ കമ്മ്യൂണിറ്റിക്കും വരുന്നത് മുൻധാരണകളിലൂടെ. ഈ മുൻധാരണകൾ കൊണ്ടുവരുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വംശീയ ദേശീയതയാണ്, വിദേശ ഭീഷണിയാണ്. ഇപ്പം ഞാനൊക്കെ ക്യൂർ ആയ സമയത്ത് ആൾക്കാർ പറയുന്നത് നിങ്ങളൊക്കെ വെസ്റ്റേൺ കൾച്ചറിന്റെ പ്രൊഡക്ട്സ് ആണ്,
ആ സായിപ്പും അതാണ് ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെയില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഇത് രാഷ്ട്രീയ സാമൂഹ്യ ശാസ്ത്രത്തില് പ്രത്യേകിച്ച് ഫിലിപ്പ് അയ്യൂബ് എന്നൊക്കെ ഉള്ള ഗവേഷകരൊക്കെ യാഥാസ്ഥിക സമൂഹങ്ങൾ അവര് പ്രൈഡിനെതിരെ വംശീയ ദേശീയതയെ എങ്ങനെയാണ് ആയുധമാക്കുന്നതെന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. പ്രൈഡ് മാർച്ചുകൾ ചെയ്യും, അതിന്റെ ആശയങ്ങളെയും ഇതിന്റെ എതിർ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ചിത്രീകരിക്കുന്ന രാജ്യത്തിന്റെ തനത് സംസ്കാരത്തിനും കുടുംബ വ്യവസ്ഥയ്ക്കും പരമാധികാരത്തിനും മേലുള്ള ഒരു വിദേശ ഇറക്കുമതി അല്ലെങ്കിൽ നിലനിൽപ്പിന് തന്നെയുള്ള ഒരു ഭീഷണിയായിട്ടുള്ളതാണ്. കുട്ടികളെയൊക്കെ എന്താണ് നമ്മള് ക്യൂർ ആകുകയാണെന്നുണ്ടെങ്കിൽ വംശം നിന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഇവർ അടിച്ചു കളയും ചില സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമിലിയെ നമ്മൾ ഇല്ലാതാക്കും, പിന്നെ നമ്മുടെ സംസ്കാരം ഇല്ലാതാക്കും എന്നുള്ള കാര്യമാണ്. ആകപ്പാടൊരു മൈനോറിറ്റിയാണ്. ആ മൈനോറിറ്റിക്ക് എങ്ങനെയാണ് ഇത്രയും മജോറിറ്റീസിനെതിരെ പോരാടാൻ പറ്റുക എന്നുള്ളതാണ്. ഒന്നുകൂടെ അത് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമ്മൾ വില്ലനാകും നമ്മുടെ ഐഡന്റിറ്റി തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതിന് വംശീയദേശീയതയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, വിദേശ ഭീഷണിയായിട്ടാണ് നമ്മൾ വിദേശീയര് തന്നെ അവിടെ ഇപ്പൊ ഗതികെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാശ്ചാത്യ രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഡിഫൻസ് ചെയ്യാനുള്ള ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഒരു ഡൈനാമിക് ഓഫ് കൗണ്ടർ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സാധനമാണ്. ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമോ എന്നുള്ള പേടി. ഇപ്പം കടുത്ത യാഥാസ്ഥിതികരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവര് പറയുന്നതെന്ന് വെച്ചാല് പ്രൈഡ് പോലെ വലിയൊരു തോതിൽ നമ്മൾ ദൃശ്യമാകുന്ന പൊതുപരിപാടികൾ ഒരു ഒരു അവിടെയുള്ള പ്രബല വിഭാഗങ്ങൾക്കിടയിൽ ഒരു പ്രതിരോധ റാലിന് ഒരു ഒരു റിഫ്ലക്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. ഇതിനെ ഒരു എന്താ പറയുന്ന ഒരു കൗണ്ടർ മൊബിലൈസേഷൻ എന്നുള്ളതാണ്. ഇത് നിയമപരവും സാമൂഹികപരവുമായിട്ടുള്ള നിയന്ത്രണങ്ങളിലൂടെ ഹെട്രോനോർമേറ്റീവ് മൂല്യങ്ങളെ വീണ്ടും സ്ഥാപനവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരിടത്ത് ഒരു പ്രൈഡ് നടത്തുന്നു, ഞാൻ ഓക്കെ, എന്റെ ഒരു അനുഭവം ഇതിനകത്ത് പറയാം. ഞാൻ എന്താണ് ഒരു മുസ്ലിം മാനേജ്മെന്റ് കോളേജിൽ ഇതുപോലൊരു ടോക്കിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അല്ല, തിരുമേനി ഭാഗത്ത്. അപ്പൊ ഞാൻ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് സെൻസിറ്റൈസേഷൻ ആയിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയതിന്റെ പിറ്റേ ദിവസം അവിടെ എന്താണ് അവിടുത്തെ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട്, ആൺകുട്ടികൾ ചേർന്നിട്ട് ഇത് നടത്തുവാണെന്നുണ്ടെങ്കിൽ ഉസ്താദുമാരെ വിളിച്ചിട്ടുള്ള ക്ലാസ് എടുക്കണം ജെൻഡറിനെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മളൊരു ടെക്നിക്കലി സയന്റിഫിക്കലി ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ചെയ്തത് കണ്ട് പേടിച്ചൊരു പ്രതിഷേധ റാലിയുമായിട്ട് അവർ പറഞ്ഞു മതപഠന ക്ലാസ്സുകളും കൂടെ കോളേജുകളിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിഗ്രഷൻ എന്നുള്ള കാര്യമാണ്. ഇതൊരു പ്രൈഡ് പ്രസ്ഥാനത്തിന് നേരെ വരുന്ന ഇതിലുള്ള ആഗോളതലത്തിൽ വരുന്ന എതിർപ്പുകൾ ചർച്ചകൾ മാത്രമല്ല, അത് നിയമനിർമ്മാണങ്ങളിലൂടെയും നയപരമായിട്ടുള്ള പിൻവാങ്ങലുകളിലൂടെ എല്ലാം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നതും ഏകദേശം അതുപോലത്തെ ഒരു കാര്യമാണ്. പൊതുയോഗങ്ങൾക്ക് ഭരണകൂടം വിലക്കുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. പുതിയ ട്രാൻസ് അമെന്റ്മെന്റ് ബില്ലിൽ അത് സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹംഗറി എന്ന് പറയുന്ന രാജ്യത്ത് ജനനസമയത്ത് ലിംഗത്തിൽ നിന്ന് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നതിന് വിലക്കേൽപ്പിക്കുന്നുണ്ട്. ഇപ്പം ജോർജിയയുടെ ഫാമിലി വാല്യൂസ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം പറയുന്നത് പ്രായപൂർത്തിയാകാത്തവരെ സംരക്ഷിക്കുന്നു എന്നുള്ള വ്യാജേന പരസ്യമായിട്ടുള്ള പ്രൈഡ് മാർച്ചുകളെ അവര് വിരോധിക്കുന്നുണ്ട്, അത് അല്ലെങ്കിൽ അത് കുറ്റകൃത്യമാക്കുന്നുണ്ട്. സോ ഈ ഭരണകൂടം ഏർപ്പെടുത്തുന്ന വിലക്കുകള് ഞാനൊക്കെ പ്രൈഡ് മാർച്ച് കാണുന്ന സമയത്ത് ഓക്കെ, എന്നെപ്പോലുള്ള ആൾക്കാർ അവിടെ അങ്ങനെ ഉണ്ട്, സോ എനിക്കും ജീവിക്കാൻ പറ്റും, എനിക്കും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ചിന്തിക്കുന്നത്. പക്ഷെ ദീസ് പീപ്പിൾ തിങ്സ് ദാറ്റ് നമ്മളിങ്ങനെ സന്തോഷത്തോടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ പിള്ളേരും ഇങ്ങനെയാകും. സിസ്റ്റർ, നമ്മുടെയൊക്കെ പിള്ളേര് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണ്, അതായത് ആകും എന്നൊരു കാര്യമില്ല. എനിക്കൊരിക്കലും ഒരു ഹെട്രോയെ പിടിച്ച് ഹോമോസെക്ഷൽ ആക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു ഹോമോസെക്ഷലിനെ ഹെട്രോസെക്ഷൽ ആക്കാനും പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നോട്ട് ഓൺലി ഡിഫിക്കൾട്ട്, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഇനി അവരായിട്ട് തന്നെ മാറുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങളെ അങ്ങനെ നടക്കും. സോ ഇങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റുകൾ പോലും ഇങ്ങനെയുള്ള ആളുകൾക്കില്ല ബേസിക്കലി. പിന്നെ ഒരു ഒരു പ്രജഡീസ് വരുന്ന എന്താന്ന് വെച്ചാല്
ഇപ്പൊ നിലവിൽ LGBTIQ വിസിബിലിറ്റിക്ക് ഭരണകൂടങ്ങൾ നൽകിയിരുന്ന ഒരു ഔദ്യോഗിക പിന്തുണ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് പിൻവലിക്കപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ ആഗോളതലത്തിൽ കാണാൻ പറ്റും. ഇപ്പം കേന്ദ്ര സർക്കാർ കെട്ടിടങ്ങളിലൊക്കെ പ്രോഗ്രസിന്റെ ഭാഗമായിട്ട് റെയിൻബോ ഫ്ലാഗ്സ് പ്രദർശിപ്പിച്ചതിന് ഏർപ്പെടുത്തിയിട്ടുള്ള എക്സിക്യൂട്ടീവ് വിലക്കുകള്, സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ആഗോള ഫണ്ടുകൾ നിർത്തലാക്കൽ, പിന്നെ വിവിധ നിയമപരിധികളിൽ ഔദ്യോഗികമായിട്ട് സ്വയം സെൽഫ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നതിനും അതുപോലെ ജെൻഡർ അഫേമിങ്ങിനുള്ള അവകാശങ്ങൾ പിൻവലിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ആന്റി-DIA ക്രൂസൈഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റിന്റെ ഒരു പുൾ ബാക്ക്, നേരത്തെ CSR പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പിന്തുണകൾ നിർത്തലാക്കുന്നുണ്ട്. അത് സർക്കാരിന്റെ അറിവോട് കൂടിയിട്ടാണ് സ്പോൺസർഷിപ്പുകളൊക്കെ നിർത്തലാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സാമൂഹിക പരിപാടികളായിട്ടുള്ള സോക്കോൾഡ് മത പരിപാടികൾ, മറ്റുള്ള കാര്യങ്ങൾ, അത് ഗ്രാസ് റൂട്ട് ആയിട്ടുള്ള എതിർപ്പുകൾ വരുമ്പോഴും ഈ പറയുന്ന അതെല്ലാം ഒരു പ്രജഡിസിന്റെ ഭാഗമായിട്ടാണ്. പ്രാദേശിക തലത്തില് ഒരു എന്താണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ചിലയിടത്ത് നിന്ന് റിപ്പൽ എത്താറുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്യം വെച്ചിട്ടുള്ള അതിക്രമങ്ങളുടെ വർധനവില്ലേ, ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ടാക്കുന്ന വെറുപ്പുളവാക്കുന്ന പ്രസംഗങ്ങൾ, ഹെയ്റ്റ് സ്പീച്ചുകൾ, അതിനൊക്കെ വലിയ വർധനം ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഈ ജെൻഡർ ഐഡന്റിറ്റിയെയും യുവാക്കളെയും സംബന്ധിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങൾ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. അത് നേരിട്ടുള്ള സാമൂഹ്യ പരിപാടികളിലും സുരക്ഷാ ഭീഷണികളും എല്ലാം കടുത്ത പ്രതിഷേധങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ഒക്കെ വർദ്ധിക്കാൻ കാരണമാണ്. ഉദാഹരണത്തിന് നത്തിങ്, നമ്മളിപ്പോ ഒരു വീഡിയോ വല്ലതും പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ വരുന്നത് ഈ ഒരു സാധനം, ദിസ് ഇസ് കുണ്ടൻ, ദിസ് ഇസ് മഴവില്ല, അവിടെ തീർന്നു. വേറെ വാലിഡേഷൻ ഒന്നുമില്ല, നമ്മൾ കട്ടോ മോഷ്ടിച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ സം തിങ്സ് ആർ ദയർ, പ്രാദേശിക തലത്തിലൊരു പ്രതിരോധവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കോർപ്പറേറ്റീവ് എന്ന് വെച്ചാല് നമുക്കൊരു ഹോപ്പ് എന്ന് പറയുന്നത്, കോർപ്പറേറ്റുകൾ പിൻവാങ്ങിയെങ്കിലും പല പ്രസ്ഥാനങ്ങളും നമ്മുടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള വേരുകളിലോട്ട് മടങ്ങുന്നുണ്ട്. അതൊക്കെ കൂടുതൽ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ വേദികളായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ചില കോർപ്പറേറ്റ് സ്പോൺസർമാർ ഇത്തരത്തിലുള്ള യാഥാസ്ഥിതിക എതിർപ്പുകളെ അവഗണിച്ച് ഒരു മാർക്കറ്റ് ഡ്രിവൻ അലൈൻഷിപ്പുമായിട്ട് വീണ്ടും സജീവമായിട്ട് രംഗത്ത് വരാറ്. ചുരുക്കത്തില് ആഗോളതലത്തിൽ പ്രൈഡ് നേരിടുന്നത് വെറും ഒരു ചെറിയ തടസ്സമല്ല, മറിച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള വലിയൊരു പിന്തിരിപ്പ് നീക്കത്തെയാണ്. എങ്കിലും ചരിത്രം പഠിപ്പിക്കുന്നത് പോലെ ഇത്തരം ഘടനാപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ തന്നെയാണ് കൂടുതൽ ശക്തവും അർത്ഥവത്വവുമായിട്ടുള്ള രീതിയിൽ താഴത്തെ തട്ടിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വീണ്ടും ജന്മം നൽകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയാം എന്റെ സംഭാഷണം ഒരുപാട് നീണ്ടുപോയി. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടോ ഇല്ലോ എന്നൊന്നും അറിയില്ല. മ്യൂട്ടഡ്. സോ ഇപ്പം ഏകദേശം 9:30 ആകാറായി. അപ്പം അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇതാണ് ഒരു ചെറിയ സമ്മപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. എനിത്തിങ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അറിയാവുന്നതാണെങ്കിൽ മറുപടി. താങ്ക് യു. താങ്ക് യു സോ മച്ച് അനു. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഗ്ലോബൽ, ഇന്ത്യൻ ആൻഡ് കേരള, ഇങ്ങനെ 3 പെർസ്പെക്റ്റീവിലുള്ള ക്വയർ ഹിസ്റ്ററിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, ക്വയർ രാഷ്ട്രീയത്തിനെ പറ്റിയും അതിന്റെ ഇപ്പം ഞാനടക്കമുള്ള പലരും കേട്ടിട്ടില്ലാത്ത ഒരുപാട് കോൺസെപ്റ്റുകളും ക്വയർ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളതായാലും ഐഡിയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അനുവിനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ അതിനുള്ള സമയമാണ്.